അങ്ങനെ 5 തരത്തിലുള്ള കർമ്മങ്ങൾ ഗൃഹസ്ഥന്മാര് നിർബന്ധമായിട്ട് അനുഷ്ഠിച്ച് പുറപ്പെട്ടാൽ. പരീക്ഷിത്തപ്പം ചോദിച്ചു, അന്ന് പിന്നെ അക്കാലത്ത് എന്താ ഉണ്ടായത്? അക്കാലത്ത് കലശലായിട്ടൊരു സൂര്യഗ്രഹണം ഉണ്ടായി എന്ന് പറയും. വലിയൊരു സൂര്യഗ്രഹണം ഉണ്ടായത്. ഈ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അഥൈഗത ദ്വാരവത്യം വസതോ രാമകൃഷ്ണയോഹോ സൂര്യോപരാഗസ്വ മഹാനാസിൽ കൽപ്പക്ഷയെ യഥ. ലോകാവസാനത്തിനൊക്കെ ഉണ്ടാവണം ജാതി ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. ഈ സൂര്യഗ്രഹണം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ദുഷ്കാലാണ്. ദുഷ്കാലമായതുകൊണ്ട് ഈ ദുഷ്കാല ദുരിതം തീരാൻ സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് വേണ്ടത്. യാദവന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു? കുരുക്ഷേത്ര ഭൂമി പുണ്യഭൂമിയാണല്ലോ, ആ പുണ്യഭൂമിയിൽ വന്നിരുന്ന് സൽക്കർമ്മങ്ങളായിട്ടിരുന്നു. അപ്പൊ പാണ്ഡവന്മാരും, അവർക്കുണ്ടല്ലോ സൂര്യഗ്രഹണം, അവരെവിടേക്ക് പോകുന്നു? കുരുക്ഷേത്രത്തേക്ക് പോകുന്നു. ഈ പാണ്ഡവന്മാരും യാദവന്മാരും എല്ലാവരും പരസ്പരം ബന്ധുക്കളായതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷിച്ച് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് സത്സംഗമൊക്കെ ആയിട്ട് കൂടിക്കഴിഞ്ഞ് ആ കുരുക്ഷേത്ര ഭൂമിയിൽ കഴിച്ചു കൂട്ടുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി കഴിച്ചു കൂട്ടുമ്പോഴാണ് ഈ പാഞ്ചാലി എന്ത് ചെയ്തു? കൃഷ്ണഭഗ്നിമാര്, ഭഗവാന്റെ ഭഗ്നിമാരെല്ലാവരും അടുത്ത് കണ്ടു. വലിയ സന്തോഷമായി. അവരുടെ അടുത്ത് ചെന്ന് തൊഴുതു. അവര് ഭഗവാൻ ഈ കൃഷ്ണഭഗ്നിമാരെയൊക്കെ വിവാഹം ചെയ്ത സമ്പ്രദായമൊക്കെ ഒന്ന് കേൾക്കണമെന്ന് പാഞ്ചാലിക്ക് ഒരു മോഹം. അവരത് പറഞ്ഞു. രുക്മിണിയും ജാമ്പവതിയും സത്യഭാമയും കാളിന്തിയും മിത്രവിന്ദ സത്യഭദ്ര ലക്ഷ്മണ നരകാസുരന്റെ കാരാഗ്രഹത്തിൽ നിന്ന് വന്ന പെങ്കടങ്ങൾ എല്ലാവരും ആ ഭഗവാന്റെ ദാസിമാരായ വലിയൊരു ഭാഗ്യത്തിന്റെ കഥ എല്ലാവരും വിസ്തരിച്ച് പറഞ്ഞു. അങ്ങനെ അവർ ഈ ഭഗവത് കഥകളൊക്കെ പറഞ്ഞ് മരത്തിന്റെ ചോട്ടിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ മഹർഷിമാരവിടേക്ക് വന്നു. മഹർഷിമാര് എന്നൊക്കെ പറഞ്ഞാൽ നാരദാദികളായ മഹർഷിമാര്. ഈ മഹർഷിമാര് വന്ന സമയത്ത് മഹർഷിമാരെ നല്ലോണം നമസ്കരിച്ചു. ഭഗവാൻ നമസ്കരിച്ചു, ഭഗവാൻ ഇങ്ങടും നമസ്കരിച്ചു. 2 കൂട്ടരും അങ്ങടും ഇങ്ങടൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഈ വസുദേവര് ഉണ്ടല്ലോ, വസുദേവര് ഈ മഹർഷിമാരുടെ അടുത്ത് വന്ന് തൊഴുതിട്ട് മഹർഷിമാരോട് ചോദിച്ചു, മഹർഷിമാരെ എനിക്കൊരു സംഗതി ചോദിക്കാനുണ്ട്, ഞാൻ ചോദിച്ചോട്ടെയോ? ചോദിച്ചോളൂ, എന്താ അങ്ങേക്ക് ചോദിക്കാനുള്ളത്? അതായത് എന്താ വെച്ചാല്, നമോ വഹ് സർവദേവേഭ്യ ഋഷയ ശ്രോതുമർഹത കർമ്മണ കർമ്മനിർഹാരോ യഥാസ്യാൽ നസ്തദുച്യത. ഇതാണ് പറഞ്ഞത്. നാരദ മഹർഷിയോട് ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദിച്ചത്? വസുദേവര് ചോദിച്ചതാണ്, കർമ്മം കൊണ്ട് കർമ്മമില്ലാതെ കണ്ടാക്ക് എങ്ങനെയാന്നൊന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? കർമ്മം കൊണ്ട് കർമ്മം ഇല്ലാതെ കണ്ടാക്കണ വിദ്യ ഒന്ന് പറഞ്ഞു തരുമോന്ന്. ചോദ്യം മനസ്സിലായോ? ഭാഷ മനസ്സിലായോ എന്നല്ല, ചോദ്യം മനസ്സിലായോ? പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്നാ ചോദിച്ചത്. ഇല്ല ഇല്ല എന്ന് പറഞ്ഞോളൂ, വേഗം കണ്ട് പറഞ്ഞാൽ വേഗം തുടങ്ങാം. മനസ്സിലായിച്ച പിന്നെ അടുത്തത് പറഞ്ഞാൽ മതിയിൽ വെച്ചിട്ടാണ് ഒരു സൗകര്യത്തിന് ചോദിച്ചതാണ്. കർമ്മം കൊണ്ട് കർമ്മമില്ലാതെ കണ്ടാക്കുക എങ്ങനെയാന്നാ ചോദിച്ചത്. പഞ്ചസാര കഴിച്ച പ്രമേഹം ഇല്ലേണ്ടൊക്കെ എങ്ങനെയാ ചോദിച്ച മാതിരി. മനസ്സിലായില്ല. ചെളിവെള്ളം കൊണ്ട് കാല് കഴുകി കാലുമ്മിലെ ചെളി എങ്ങനെയാ കളയാന്ന് ചോദിച്ച മാതിരി. മനസ്സിലായില്ല, ഒരു പിടുത്തവും ഇല്ല. എല്ലാവരും ഇങ്ങനെ അന്താളിച്ചിരിക്കുക. എന്താന്ന് മനസ്സിലായില്ല വെച്ചാൽ പറയാം. അർത്ഥം മനസ്സിലായ ചോദ്യത്തിന്റെ അർത്ഥം? ഇല്ല 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 എന്ന് പറഞ്ഞാൽ മതി, അർത്ഥം പറഞ്ഞുതരാം. ഇത് ചോദ്യം മനസ്സിലാവാണ്ട് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും. ഭാഗവതത്തിൽ ചോദ്യങ്ങൾ ആരും കേൾക്കില്ല. ചോദ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തുത്തര? ശരിയല്ലേ? കർമ്മം കൊണ്ട് കർമ്മമില്ല ഉണ്ടാക്കണം എന്താ ചോദിച്ചതിന് അർത്ഥം മനസ്സിലായോ? പലരും എന്നങ്ങോട്ട് പറയാം. ഇനി നമ്മുടെ നേരാ പോണതേ. ഏതായാലും ഈ കർമ്മം കൊണ്ട് കർമ്മമില്ലാതെയൊക്കെ പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണം എന്താ? എന്താരും മിണ്ടാത്തത്? മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ ഭൂമിയിൽ. സംശയമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ്. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത കർമ്മങ്ങളൊക്കെ കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ഗോഡൗണിൽ, ഏത് ഗോഡൗൺ? കർമ്മ ഗോഡൗൺ, FCI ഗോഡൗൺ അല്ല, വലിയ ഗോഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കൂട്ടിയിടാൻ, സ്വരൂപിച്ച് വെക്കാനുള്ള സ്ഥലം, സംഭരിക്കാനുള്ള സ്ഥലം. ഇങ്ങനെ കോടിക്കണക്കിന് ടൺ കർമ്മങ്ങളാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ആ എത്രയോ ജന്മങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കർമ്മങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഒരു 500 ഗ്രാം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉറയിലാക്കി അടുത്തേ കയ്യിൽ പിടിച്ചിട്ട് പോയി എന്താ കുട്ടി എന്ന് പറഞ്ഞിട്ട് പോരുക അവിടേക്ക്. എന്നിട്ട് 500 ഗ്രാം ഇവിടെ അനുഭവിച്ച് തീർത്താൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. എന്നിട്ട് അവിടുന്ന് ഒരു 300 ഗ്രാം എടുത്തിങ്ങോട്ട് വരും നാണിക്കുട്ടി എന്നും പറഞ്ഞിട്ട് അത് ഇവിടെ അനുഭവിച്ച് തീർത്തിട്ട് പിന്നെ ഇങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്ന് അനുഭവിച്ച് തീർത്ത് എന്ത് തീരണം? പറഞ്ഞോളൂ, വേഗം പറയൂ. ആ ഗോഡൗണിലെ കർമ്മങ്ങൾ തീരണം. ശരി, 250, 500 ആണെങ്കിൽ അവിടെ കോടിക്കണക്കിനുണ്ട്. എന്നാലും ശരി, ഏതെങ്കിലും ഒരു കാലത്ത് ഇന്നും നാളെയൊന്നും അല്ലെങ്കിലും കുറെ കാലം കഴിയുമ്പോഴെങ്കിലും തീരുമല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ട്. അവിടെ ഇരിക്കട്ടെ, പ്രതീക്ഷയുടെ കാര്യം നേരെയാക്കി തരാം.
നോക്കൂ, നമ്മൾ ഈ 250, 500 ആയിട്ട് അനുഭവിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ എന്ത് ചെയ്തു? ആ കാർന്നവരുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ മുകളിൽ കയറി നിന്ന് ഇങ്ങനെ നാട്ടുമാങ്ങയുമ്പോൾ ആന കയറിയ മാതിരിയായി. എങ്ങനെ ഉണ്ടാവും ആ വിരല്? നാട്ടുമാങ്ങ പഴുത്ത് വീണ നാട്ടുമാമ്പഴല്ലേ ചന്ദ്രക്കാരൻ മാങ്ങയുടെ നമ്മൾ ആന കയറി എങ്ങനെ ഉണ്ടാവും? അതൊക്കെ പിന്നെ ആലോചിച്ചോളൂ. ചളി പിള്ളിയായിപ്പോയി കാലിൻ്റെ വിരല്. അതൊരു 5000 കിലോ ഉണ്ടായിരുന്നു. അത് എവിടേക്ക് പോയി? ഗോഡൗണിലേക്ക് പോയി. പിന്നെ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പം നമ്മൾ അമ്പലത്തേക്ക് തിക്കും തിരക്ക്, നമ്മൾ JCB പോണ മാതിരി അപ്പോൾ ഇങ്ങനെയല്ലേ പോവുക. അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് തൊഴാൻ നിന്ന് കുറേശ്ശൊരു തെരി ബഹളൊക്കെ നമ്മളെ അമ്മുട്ടമ്മയുടെ വയറ്റത്തൊരു കുത്തും കൊടുത്തു. അതുണ്ടായിരുന്നു, ഒരു 3000 കിലോ ഉണ്ടായിരുന്നു. അത് എവിടേക്ക് പോയി? ഗോഡൗണിലേക്ക് പോയി. ഇനി വിസ്തരിക്കൊന്നും വേണ്ട. നമ്മൾ രാവിലെയും വൈകുന്നേരം, ഉച്ചയ്ക്കും വൈകുന്നേരം, രാവിലെ ഉച്ചയ്ക്കിൻ്റെ അത്രയൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. 5000, 2000, 3000, 4000 ഒക്കെ എവിടേക്ക് പോകും? ഗോഡൗണിലേക്ക് പോകും. നമ്മൾ കൊണ്ടുവന്നത് എത്രയാണ്? 500 ഗ്രാം. ഇപ്പൊ പോയത് എത്രയാണ് ഒരു ദിവസം കൊണ്ട്? 5000, 10000 ഒക്കെ പോണുണ്ട്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ കർമ്മം തീരാൻ സാധ്യതയുണ്ടോ? ഇല്ലേ? തീരില്ല. എന്താ കാരണം? 500 ഗ്രാം കൊണ്ടുവന്ന് നമ്മൾ 50,000 ആക്കിയിട്ടാ കൊടുത്തേക്കുന്നത്. പെട്ടിക്കട സൂപ്പർ മാർക്കറ്റ് ആക്കണ മാതിരി വലിയ ബിസിനസ് അത് ഉണ്ടല്ലേ? ശരിയല്ലേ അത്? അപ്പൊ എന്ത് ചെയ്യും? കർമ്മം ചെയ്യാണ്ടിരിക്കാൻ വയ്ക്കോ? അതും വയ്യ. ചെയ്താലാണെങ്കിലോ ഈ ജാതി എന്ത് ചെയ്യും എന്നാണ് ആര് ചോദിച്ചത്? നാരദ മഹർഷിയോട് വസുദേവർ. ഇപ്പം മനസ്സിലായ ചോദ്യത്തിന്റെ അർത്ഥം? കർമ്മം ചെയ്യും വേണം, ചെയ്താൽ ഇജാതി ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാണ്ടിരിക്കാനും വയ്യ. എന്തോ. അപ്പൊ നമുക്ക് ഒരു ചോദിച്ചത് എങ്ങനെയാണ്? കർമ്മം ചെയ്യും വേണം, ചെയ്യുമ്പോ എന്ത് പാടില്ല? അതുകൊണ്ട് വേറെ ഉണ്ടാവാൻ പാടില്ല. എന്തും കൂടി വേണം? അവിടെ ഗോഡൗണിൽ ഇരിക്കുന്നത് തീരം വേണം. കൊണ്ടുവന്ന 500 ഗ്രാമും തീരണം. നമ്മൾ കൊണ്ടുവന്ന 500 ഗ്രാമും തീരണം. അതുകൊണ്ട് ഇനി വേറെ ഒന്നും ഉണ്ടാവാനും പാടില്ല. അവിടെ കൂട്ടിയിട്ടതും തീരണം എന്നാണ്. ഈ ഗ്രാമ ഗോഡൗണ് ടൺ എന്നൊക്കെ പറഞ്ഞത് ഒരു ചിന്തയ്ക്ക് വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇനി ഇത്തിരി ശാസ്ത്രീയമായ ഭാഷയിൽ ഇപ്പൊ പറഞ്ഞ വേദാന്തം ഒന്നും പറയാം. നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്ന സാധനം എന്താണെന്നറിയോ? 3 ജാതി കർമ്മങ്ങളാ. ഏതൊക്കെയാ 3 കർമ്മം? 1 സഞ്ചിതം, 2 പ്രാരബ്ധം, 3 ആഗാമി. ഈ സഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ജാതി ജന്മങ്ങളിൽ കൂട്ടി വെച്ചതാണ്. അതാണ് ഗോഡൗണിലത്തെ കർമ്മം എന്ന് പറഞ്ഞത്. അതിന്റെ പേരാണ് എന്താ? സഞ്ചിത കർമ്മം. രണ്ടാമത്തേത് പ്രാരബ്ധം. പ്രാരബ്ധം ചെന്താ? 500 ഗ്രാമായിട്ട് ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ലേ? അതായത് ഫലം തരാൻ തുടങ്ങിയതിന്റെ പേരാണ് എന്ത്? പ്രാരബ്ധം. അതാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് അനുഭവിക്കുന്നത് പ്രാരബ്ധ കർമ്മം, രണ്ടാമത്തെ ജാതി. ഈ പ്രാരബ്ധാദി കർമ്മങ്ങൾ അനുഭവിക്കുമ്പം ഉണ്ടാവണ അടുത്ത കർമ്മങ്ങളാണ് എന്ത്? ആഗാമി എന്ന് പറയും. അർത്ഥം ആഗാമിച്ച പിന്നെ വരുന്നത്. ഈ 3 തരം കർമ്മങ്ങളാണ് നമുക്ക് ദുരിതം ഉണ്ടാക്കുന്നത്. ഈ 3 തരം കർമ്മങ്ങളെയും ഇല്ലാതെ കണ്ടാക്കി എങ്ങനെ ഈ ജന്മം സഫലമാക്കാം? ജന്മം കൊണ്ട് തന്നെ കാര്യം എങ്ങനെ നേരിയേക്കുന്ന ചോദിച്ചത്. ഇപ്പൊ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അതിനെന്താ വിദ്യ? ആ വിദ്യയാണ് പറഞ്ഞു. ചോദ്യം കേട്ടപ്പം, ചോദ്യത്തിന്റെ ഭംഗി കണ്ടപ്പം നാരദ മഹർഷി പറഞ്ഞു, നന്നായി, ചോദ്യമൊക്കെ നന്നായി, വളരെ നല്ല ചോദ്യമാണ്. ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, ഭഗവാനോടായിരുന്നു ചോദിക്കേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കേണ്ട ഞങ്ങളോട് ചോദിച്ചത് എന്തുകൊണ്ടാണെന്നറിയൂ? ഭഗവാൻ മകനാണല്ലോ എന്ന് തോന്നുന്നോണ്ടൊരു വില കുറച്ചിലുണ്ടേ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിലും നമുക്ക് അടുപ്പം കൂടിയാൽ നമ്മൾക്ക് എന്തുണ്ടാവും? ഒരു വില കുറച്ചിലുണ്ടാവും. ആരോടായാലും അടുപ്പം കൂടിയ വില ഉണ്ടാവില്ല. മകനായതുകൊണ്ട് മകനോട് അടുപ്പം കുറച്ച് കൂടെ, അതുകൊണ്ട് തീരെ വില ഉണ്ടാവില്ല. ആരോടായാലും നമുക്ക് അടുത്ത് കൂടിയ, ദൂരെ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ, അടുത്ത് കാണുമ്പോൾ കുറച്ച് ദിവസം അടുത്താ പിന്നെ ഒരു ആരോടായാലും അടുപ്പം കൂടിയ വില ഉണ്ടാവില്ല. ശരി. സന്നികരിഷോ ഹിമർത്യാനാം അനാദരണ കാരണം ഗംഗം ഹിത്വായ ധാന്യംഭ തത്രത്യോ യാതി ശുദ്ധയേ. അതാണ്. അങ്ങനെയാണ്. അടുപ്പം കൂടിയ വില ഉണ്ടാവില്ല. ഏതുപോലെ? ഗംഗം ഹിത്വായ ധാന്യംഭ. ഗംഗയുടെ കരയിൽ താമസിക്കുന്ന ഒരു ഗംഗയിൽ മുങ്ങില്ല. നമ്മൾ ചോദിച്ചു, നമ്മൾ ഇവിടുന്ന് വണ്ടി കൂലി കൊടുത്ത് 3-4 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഗംഗയുടെ കരയിൽ ചെന്നതാ. അവിടെ താമസിക്കുന്നോട് ചോദിച്ചോ, ഗംഗയിലാണല്ലേ കുളി ചോദിച്ചു. ചിലവർ ദൂരെ എന്നൊക്കെ പറഞ്ഞവരും മുങ്ങും, പാവ അവർക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ പൈപ്പിന്റെ വിട്ട് എന്നാ കുളിക്കാന്ന്. നമ്മൾ പിന്നെ വണ്ടി കൂലി കൊടുത്തത് ആലോചിച്ചപ്പോൾ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് പോയി, പിന്നെ മുങ്ങി ഇങ്ങോട്ട് പോകുന്നു. ശരിയോ തെറ്റോ? ഇങ്ങനെയാണ്. അടുത്തുള്ള തൊട്ടടുത്ത അമ്പലത്തേക്ക് തൊഴാൻ പോവില്ല. എന്നിട്ട് പറയും മറ്റേ ദിക്കില്ലേ എന്താ ശക്തി. ഏത് മറ്റേ ദിക്കില? ഏതെങ്കിലും മറ്റേ ദിക്കിലേക്ക് കുത്തി തള്ളി പോവും. അവിടെ ചെന്ന് എന്താ ശക്തി. ഇവിടെ
അവിടെ എന്താ ശക്തി ഇങ്ങനെ പറയും. 9-12 മണിക്കൂർ നിന്നിട്ടാ ഞാൻ തൊഴുതത്. മുമ്പ് അതിൻ്റെ ഇടയ്ക്ക് എന്തൊരു ജാതി കുത്താ വയറ്റത്തൊക്കെ കിട്ടിയത്. എന്താ ശക്തി കുത്തിനല്ല ശക്തിയാ. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തല്ലേ വിവരല്യായ സജ്ജനങ്ങളെ, അങ്ങനെയൊന്നും പറയരുത്. നോക്കൂ, പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? നമുക്ക് തൊട്ടടുത്ത ദേവരോട് അടുപ്പം കൊണ്ട് എന്ത് തോന്നുകയാണ് അവിടെ കുറവാണ്, മറ്റത് ദൂരെ ആയതുകൊണ്ട് പിന്നെ വയറ്റത്തൊക്കെ നല്ലോണം കിട്ടുകൊണ്ടും ഒരു ശക്തി തോന്നുകയാണേ. ശക്തിയൊക്കെ എല്ലാ ദിക്കിലും ഉണ്ടേ. അതിപ്പോ എന്താ പറയുക? അത് നമുക്ക് അടുത്തതിനോട് തോന്നാത്തതിൻ്റെ കാരണം അടുപ്പം കൂടി എന്നുള്ളൊരു വിഷമാണ്. അങ്ങനെ അടുപ്പം കൂടിയിട്ട് വില കുറയ്ക്കരുത് കേട്ടോ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? അടുപ്പം കൂടിയിട്ട് ഇപ്പം നമ്മളൊരു മഹാത്മാവിനോട് അടുപ്പം കൂട്ടിയിട്ട് വില കുറച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ നമ്മളെ കൊണ്ട്? അദ്ദേഹത്തിന് ഒരു കുറച്ചിലും വരില്ല. ആർക്കാണ് നഷ്ടം? നമുക്ക് അദ്ദേഹത്തിൻ്റെ മഹിമയൊന്നും വേണ്ട മാതിരി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അടുപ്പം കൂടുമ്പം വില കുറയണോ എന്നുണ്ടെങ്കിൽ അടുപ്പം ലേശം കുറച്ചിട്ടാണെങ്കിലും വില ലേശം കൂട്ടുക നല്ലത്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവേ. അതാ പറഞ്ഞത്. ഏതായാലും ഭഗവാൻ തൃപാദം ഇവിടെ ഉണ്ടായിട്ട് ചോദിക്കാണ്ട ഞങ്ങളോടല്ലേ ചോദിച്ചതിൻ്റെ മറുപടി പറയാമെന്നും പറഞ്ഞു. അതായത് ഈ പറഞ്ഞതായ ഇപ്പം പറഞ്ഞില്ലേ, കർമ്മം കൊണ്ട് കർമ്മല്യേണ്ടേക്കൽ. നമ്മൾ ഗൃഹസ്ഥന്മാരെ, ഇപ്പം ഇവിടേക്ക് എല്ലാവരും ഗൃഹസ്ഥന്മാരാണല്ലോ. സന്യാസിമാരെയൊന്നും നോക്കിയിട്ട് കാണാനൊന്നുമില്ല, ബ്രഹ്മചാരിമാരൊന്നും ഉണ്ടാവില്ല. സന്യാസി ഗൃഹസ്ഥന്മാരാവും എല്ലാവരും. കുട്ടി കുടുംബമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവണമെന്ന് മോഹിക്കണവരോ ഉള്ളവരോ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യക്കാരല്ലേ നമ്മുടെ നാട്ടിൽ ധാരാളം ഉള്ളത്. അപ്പം അവരുടെ ധർമ്മമാണ് പ്രധാനമായി ഇത് പറയുന്നിട്ട്. ഗൃഹസ്ഥന്മാരെ നമ്മൾ അറിയായോണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർക്ക് നമ്മുടെ ഇടയിൽ ആളുകൾക്ക് നന്നാവണം, നല്ല മട്ടിൽ നടക്കണം എന്നൊക്കെ മോഹമുള്ളവരുണ്ട്. പക്ഷെ രൂപമില്ല, എന്തില്ല, എന്താ എങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞു തരാനും ആരുമില്ല. എന്തെങ്കിലും നോക്കിയാലായിരുന്നു അറിയാൻ നിശ്ചയമില്ല. എന്നിട്ട് നമ്മൾ കണ്ടതൊക്കെ കേമാണോ നിരീച്ചിങ്ങനെ ഒരു അന്താളിച്ചിങ്ങനെ ഒരു കൂട്ടം അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ബുദ്ധിമുട്ട്. ആരും കുറ്റം പറഞ്ഞതല്ല, അങ്ങനെ ഒരു നിവൃത്തിയില്ലായ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പറയണേ, നോക്കൂ, അതായത് ഈ കർമ്മം കൊണ്ട് കർമ്മല്യണ്ടാക്കാനുള്ള വിദ്യ എന്താണെന്നറിയോ? നമ്മൾ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജനിച്ചു വരുമ്പം 5 കടങ്ങളായിട്ടാണ് വരുന്നത്. മനുഷ്യന്മാർക്കൊക്കെ ജന്മനാ 5 കടണ്ട്. ഈ 5 കടങ്ങൾ 5 ദിക്കിലേക്കുള്ളത് നമ്മുടെ യഥാശക്തി തീർത്താൽ എന്ത് തീർന്നു? കർമ്മങ്ങളൊക്കെ തീർന്നു. അതെങ്ങനെയാണ്? 5 ഏതൊക്കെയാണ്? ആരോടൊക്കെയാണ് കടം? ആദ്യത്തെ കടം ഋഷിമാരോട്, രണ്ടാമത്തേത് പിതൃക്കളോട്, മൂന്നാമത്തേത് ദേവന്മാരോട്, നാലാമത്തേത് ജന്തുജീവജാലങ്ങളോട്, അഞ്ചാമത്തേത് മനുഷ്യന്മാരോട്. എന്ത് ഋഷിമാരോടുള്ള കട എന്താണ്? ഋഷിമാരോടുള്ള കട എന്താണെന്നറിയാം? നമ്മളിപ്പോൾ ഈ ഭാഗവതം കേൾക്കണോ, രാമായണം കേൾക്കണോ, ഭാരതം വായിക്കണോ, കേൾക്കണോ, പഠിക്കണോ, മനസ്സിലാക്കണോ, സത്യവും ധർമ്മവും നീതിയും ദയൊക്കെ ആയിട്ട് നല്ല മട്ടുമാതിരിയായിട്ട് ജീവിക്കുക, അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ജീവിക്കണമെന്നുള്ളതല്ലാത്തവർക്ക് കൊടുക്കണോ? സന്തോഷമായിട്ട് കൊടുത്തു കൊണ്ടും വാങ്ങി നല്ല മട്ടുമാതിരിയായിട്ട് സേവിച്ചും സ്നേഹിച്ചൊക്കെ കഴിച്ചു കൂട്ടിപ്പോണം. ഈ സംസ്കാരവും സമ്പ്രദായം നമുക്ക് തന്നതാരാണ്? നമ്മുടെ പൂർവികന്മാരായ ഋഷീശ്വരന്മാർ തന്നു. പിന്നെ നമ്മൾ ഈ ഭാഗവതം എങ്ങനെയപ്പോൾ കേൾക്കണത്? നമുക്ക് നമ്മുടെ ഗുരുനാഥൻ തന്നു, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കൊടുത്തു. അങ്ങനെ ഗുരുപരമ്പരയാ പോയി കുറേ പിന്നാക്കം പോയി എവിടെ എത്തും? വേദവ്യാസ ഭഗവാന്റെ അടുത്തൊക്കെ എത്തും. ഇങ്ങനെ ഋഷിമാരെ പരമ്പരയാ കൈമാറി തന്ന വിദ്യ കൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യണത്? സന്തോഷമായിട്ട് ജീവിച്ചു പോണത്. ഈ ഗുരുനാഥന്മാർ ഈ വിദ്യ തന്നതിന് അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തുവോ? അപ്പം നമ്മൾ എന്ത് വിദ്യ എവിടെ പോയി പഠിച്ചാലും പണം കൊടുക്കാണ്ട് പഠിക്കണ വല്ല വിദ്യ ഉണ്ടോ? യോഗ ക്ലാസ്സിന് പോയാൽ പണം കൊടുക്കണ്ടേ? പാട്ട് പഠിക്കാൻ പോയാൽ പണം കൊടുക്കണ്ടേ? നൃത്തം പഠിക്കാൻ പോയാൽ പണം കൊടുക്കണ്ടേ? സ്പോർട്സിന്റെ കഥ പഠിക്കാൻ പോയാൽ പണം കൊടുക്കണ്ടേ? എന്തിന് വെറുതെ നമ്മളവിടെ എന്തിന് പോയാലും, നമ്മൾ എന്ത് തുന്നൽ പഠിക്കാൻ പോയാലും എന്ത് വേണം? വേണം. സ്കൂളിൽ പോയാലും ഫീസ് കൊടുക്കണം, കോളേജിൽ പോയാലും കൊടുക്കണം. അങ്ങനെ സെമിസ്റ്റർ വെച്ച് കൊടുക്കണ്ടേ പണം? അതെ, നമ്മളിവിടെ വന്ന് എന്തെങ്കിലും കൊടുത്തു. അപ്പൊ ഭാഗവതം കേൾക്കാൻ വന്നതിന് ഒന്നും കൊടുക്കായിട്ട് തന്നെ ആരും വരുന്നില്ല. ശരിയല്ലേ? അത് അങ്ങനെ ഒന്നും നമ്മളാരും പണം ഒന്നും കൊടുക്കണമെന്നില്ല. നമ്മുടെ സൗകര്യം പോലെ വരണോ, കേൾക്കണോ, പഠിക്കണോ, പോകണോ, ആരും ഒന്നും ചോദിക്കാറുമില്ല. ശരിയല്ലേ? അത് അപ്പം ഈ വിദ്യകൾ തന്ന ഗുരുനാഥന്മാർ, ഋഷീശ്വരന്മാരുണ്ട്, നമ്മുടെ പൂർവികന്മാർ. അവരോട് നമുക്കൊരു കടമുണ്ട്. ആ കടം തീർക്കാനുള്ള വിദ്യ എന്താണെന്നറിയോ? നമ്മൾ ഈ പഠിച്ചതായ ശാസ്ത്രാർത്ഥം അറിയാത്തവർക്ക് പറഞ്ഞു. ഇപ്പം നമ്മളിവിടെ വന്നിരുന്ന് കേട്ടു, മനസ്സിലാക്കി വെച്ചു. അതറിയാത്തവർക്ക് നല്ലോണം പറഞ്ഞു കൊടുത്ത എന്താ? ഈ നമ്മുടെ കടം തീർന്നു. ഋഷിമാരോടുള്ള കടം ബുദ്ധിമുട്ടുണ്ടോ? ഇതിനൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ശാസ്ത്രങ്ങൾ പടർന്നും പകർന്നും പോകുന്നതേ. അല്ലാതെ നമ്മുടെ ഇടയിൽ മതപാഠശാലയിൽ രാവിലെ ഉന്തിത്തള്ളി പല്ലിയേക്കേണ്ട പോയി പഠിച്ചു വരുന്നതൊന്നുമല്ല എന്ത് മതപഠനം. എന്നിട്ട് ആളുകൾ പറഞ്ഞു നമ്മുടെ ഇടയിൽ മാത്രം മതപഠശാലയില്ല. മതപഠശാല വെച്ച് നോക്കണം. 2 ദിവസം വെക്കാം, 3-ാമത്തെ ദിവസം പഠിപ്പിക്കുന്ന ആളും ഉണ്ടാവും, കമ്മിറ്റിക്കാരുണ്ടാവും, 4-ാമത്തെ ദിവസം പഠിപ്പിക്കണോ ഉണ്ടാവും, 5-ാമത്തെ ദിവസം കമ്മിറ്റിക്കാർ മാത്രം ഉണ്ടാവും. കണ്ടിട്ടില്ലേ? ഇല്ല, പോവാ അത് 2 ദിവസം വെച്ചു നോക്കാം പറയാം.
നേരം പോക്ക് പറയില്ല, ആരും വരിക അങ്ങനെ കിട്ട. അങ്ങനെ പാഠശാലയിലൊന്നും പോയിട്ടല്ല നമ്മുടെ സമ്പ്രദായം നമ്മൾ പഠിച്ചത്. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഓരോ സമ്പ്രദായങ്ങൾ പറഞ്ഞു. ഉണ്ണി അങ്ങനെ പാടില്ല, ഇങ്ങനെയാ വേണ്ടത്, കുളിച്ചാൽ അങ്ങനെ വേണം, കുളിക്കുമ്പോൾ ഇങ്ങനെ വേണം, കാല് കഴുകിയിട്ട് ഇങ്ങനെ വേണം, വടക്കോട്ട് തിരിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പടിഞ്ഞാട്ട്, അല്ലെങ്കിൽ കിഴക്കോട്ട്, അങ്ങനെ ഓരോന്നും നമുക്കാരാ പറഞ്ഞു തന്നത്? കോളേജിലെ പ്രൊഫസറാ? അല്ല, അത് അദ്ദേഹം പുസ്തകമൊക്കെ വായിച്ച അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞു തന്നിട്ടില്ല? ജീവിക്കണ സമ്പ്രദായങ്ങൾ, ചിട്ടി സമ്പ്രദായങ്ങളൊന്നും നമുക്ക്, അതൊക്കെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, മുത്തപ്പൻ, വല്യശ്ശൻ, അല്ലെങ്കിൽ അപ്പന്മാര്, വല്യശ്ശന്മാര്, കാരണവന്മാര്, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടരല്ലേ പറഞ്ഞു. അപ്പൊ അവരൊക്കെ ഋഷിമാരാണേ. അപ്പൊ അവരുടെ വെളിച്ചം കൊണ്ടാണ് നമ്മൾ ഈ ജീവിക്കണം. അപ്പൊ അവരോടുള്ള കടം തീരേണ്ട വിദ്യയാണ് ഈ അധ്യാപനം ബ്രഹ്മയജ്ഞ. പഠിച്ചത് നേരാമണ്ണം പറ്റും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നത് നമ്മൾ അതുപോലെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താലല്ലേ അത് നിലനിൽക്കുള്ളൂ. അങ്ങനെയല്ലേ വേണ്ടത്? അതാണ്. ഇനി രണ്ടാമത്തെ കടം എന്താ? അധ്യാപനം ബ്രഹ്മയജ്ഞ പിതൃയജ്ഞസ്തു തർപ്പണം. പിന്നെ പിതൃക്കളോടൊരു കടണ്ട. ആരേ പിതൃക്കള്? അതെ, നമ്മൾ ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മലയാള നാട്ടിൽ സകല ദിക്കിലും വായിച്ചിട്ടുണ്ട്. ഈ ചോദ്യം എവിടെ ചോദിച്ചാൽ ഈ ഉത്തരം കിട്ടുക. എല്ലാവരും ഒരേമാതിരി അങ്ങനെ പറയാം, മരിച്ച. ഈ പിതൃക്കള് പറഞ്ഞാൽ മരിച്ചു പോയവര് എന്നല്ല അർത്ഥം. അർത്ഥം വ്യത്യാസമുണ്ട്. പിതൃക്കള് പറഞ്ഞാൽ മരിച്ചുപോയി എന്ന് പറയരുത്. അപ്പൊ അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മ, അമ്മ, മുത്തശ്ശന്മാര്, മുത്തശ്ശിമാര്, അങ്ങനെയൊക്കെയുള്ള പരമ്പരയില് ഇതില് നമ്മുടെ പൂർവികന്മാരൊക്കെ പിതൃക്കൾ, അതിൽ മരിച്ചതുണ്ടാവും, ജീവിക്കാൻ. പിതൃസ്വത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മരിച്ചുപോയി അച്ഛന്റെ സ്വത്ത് എന്നാ നമ്മൾ പറയല്ലേ, അത് പിതൃസ്വത്താണ്, ഇത് 5 സെന്റ് ഞാൻ വാങ്ങിയതാണ്. എന്താ അർത്ഥം? അച്ഛൻ കസേരയിൽ ഇരിക്കണ്ട അവിടെ. അപ്പൊ സുഹൃത്ത് ചോദിച്ചോട്ടോ, നീ വാങ്ങിയത് ഏതാ? അതില് ഇത് ഞാൻ വാങ്ങിയതാണ്. ആ പറ്റേതോ? അത് പിതൃസ്വത്താണ്. അച്ഛനവിടെ നോക്കി, എന്താ അതിന്റെ അർത്ഥം എന്ന്. മരിച്ചുപോയ അച്ഛൻ്റെ അല്ല, അച്ഛന് പിതൃസ്വത്ത് പറഞ്ഞാൽ അച്ഛൻ വഴി ഭാഗിച്ച് കിട്ടിയ ആ പരമ്പരയാ കിട്ടിയതായതുകൊണ്ടാണ് പിതൃ. അപ്പൊ പിതൃ എന്ന് പറഞ്ഞ അർത്ഥം എന്തല്ല, നമ്മൾ പറഞ്ഞ മാതിരി മരിച്ചുപോയേ ആള് നല്ല അർത്ഥം. പൊതുവെ നമ്മുടെ നാട്ടിൽ മരിച്ചുപോയി എന്നാ പറയേ. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും? ആളുകള് പിതൃ ചെയ്യാനായിട്ട് കർക്കിടകത്തിലും തുലാമാസത്തിലൊക്കെ പുഴയുടെ കരയിൽ തിക്കി തള്ളി വരുന്നവരാണ് പിതൃക്കൾ എന്നാണ് നമ്മുടെ വിചാരം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വണ്ടി വിളിച്ചു പോകും. 8:15 വണ്ടിക്കാണ് നമ്മൾ പോയത്. 8:45 വണ്ടിക്ക് ഇങ്ങോട്ടും വണ്ടിക്ക് ഷീട്ടെടുത്ത് വെച്ചിട്ടുണ്ടേ. അങ്ങോട്ട് 8:15 പോയി 8:45. ഈ 8:15 8:45 ഇടയ്ക്ക് ആ പിതൃക്കൾ തയ്യാറായി നിന്നോണം. എന്നാ പിതൃക്കളുടെ കാര്യം നേരെയാണ് ഇല്ല. നമ്മൾ ഇങ്ങോട്ട് പോരും പിതൃ പറഞ്ഞ് പോകേണ്ടി വരും. പിന്നെ എന്നിട്ട് അവിടെ ചെന്ന് നമ്മളെ ചെയ്യും. വണ്ടി പോകുമ്പോഴേക്ക് ഇത് കഴിച്ചു കൂട്ടി പോകാനല്ലോ, വരിക്ക് നിൽക്കല്ലേ. അപ്പൊ പിമ്പിലുള്ളവൻ നമ്മൾ ഇങ്ങോട്ട് ഉന്തി, നമ്മൾ അങ്ങോട്ട് ഉന്തി, അവൻ ഇങ്ങോട്ട് ഉന്തി, നമ്മൾ അങ്ങോട്ട് ഉന്തി, അവൻ ഇങ്ങോട്ട് ഉന്തി, നമ്മൾ ഇവൻ ഉന്തി പുഴയിലിട്ടു. ഇവൻ പിതൃ ആയി. ഇനി ഇവന്റെ മക്കൾ അടുത്ത കൊല്ലം ഇവിടേക്ക് വരണം. എന്തിന്? ഇവനെ പിതൃവാക്കാൻ. എന്തുണ്ട് ഇതൊക്കെ? അങ്ങനെയല്ല കേട്ടോ. ഈ പിതൃയജ്ഞം എന്ന് പറഞ്ഞ അർത്ഥം പിതൃയജ്ഞസ്തു തർപ്പണം. തർപ്പണാണ്. തർപ്പണം വെച്ചെന്താ? നമ്മളിങ്ങനെ അതൊക്കെ ശരി, അതൊക്കെ ക്രിയയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ. തർപ്പണം എന്നുള്ള വാക്കിന്റെ അർത്ഥം തൃപ്തൗ എന്നാണ് ധാതു. തൃപ്തിപ്പെടുത്തുന്ന ക്രിയക്കാണ് എന്താ പറയുക? തർപ്പണം. തൃപ്തി. എന്തത്? അച്ഛൻ, അമ്മ, മുത്തശ്ശന്മാര്, ഇവരൊക്കെ ഉണ്ടല്ലോ. എന്താ നമുക്ക് ഇവരോടൊരു കടം? പിതൃക്കളോട് കടണ്ടേ? പിതൃക്കൾ പറഞ്ഞാൽ അച്ഛൻ, അമ്മ, മുത്തശ്ശ പരമ്പരയാണ്. അവരോട് എന്താ കടം? നമുക്ക് ഈ ശരീരം, ഈ സംസ്കാരം തന്നതാരാ? എവിടുന്നാ കിട്ടിയത്? റേഷൻ കടയിൽ നിന്നോ? അല്ലല്ല, റേഷൻ കടയിൽ നിന്നൊന്നുമല്ല കിട്ടിയത്. ബസ് സ്റ്റാൻഡിൽ നിന്ന്, റേഷൻ കടയിൽ നിന്നൊന്നുമല്ല കിട്ടിയത്. നമുക്ക് ഈ ശരീരം, ഈ സംസ്കാരം തന്നത് നമ്മുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശന്മാരുടെ പരമ്പരയെന്നല്ലേ കിട്ടിയത്. അവര് തന്നെ ആ നല്ല സമ്പ്രദായവും വെളിച്ചും നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടല്ലേ തല്ല് കൊള്ളാണ്ട് നമ്മൾ നടക്കണത്. നമ്മൾ ചിന്തിച്ചു നോക്കോ. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നാട്ടുകാരുടെ കൈ കൊണ്ട് പടക്ക എന്ന് വാങ്ങണ്ടേ? എന്താ കാരണം? കയ്യിലിരിപ്പം മോശമായതുകൊണ്ട്. അത് മോശമാവാതെ നമ്മൾ എങ്ങനെയാക്കിയതാരാ? നമ്മുടെ അച്ഛൻ, അമ്മ, അവർ രണ്ടാളും മാത്രമല്ല, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അമ്മാവന്മാര്, വല്യശ്ശന്മാര്, അപ്പന്മാര്, കാർന്നവന്മാര്, എന്തൊക്കെ ആളുകൾ നമ്മളെ നേരെയാക്കാൻ ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ കൂടി നേരെയാക്കിയിട്ടപ്പം നേരെയത് ഇത്രയേ ഉള്ളൂ. അത് വേറെ കാര്യം. എന്നാലും അവരൊക്കെ ഉത്സാഹിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയായത്. അവരോട് നമുക്കൊരു കട ഉണ്ട്. ആ കട എങ്ങനെ തീർക്കണം? തർപ്പണം തൃപ്തിപ്പെടും. അച്ഛൻ, അമ്മ, മുത്തശ്ശനൊക്കെ നമ്മുടെ കുടുംബത്തൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുക. അർത്ഥം എന്താ? നമ്മുടെ പ്രായമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും അവർക്ക്. അവരെയൊക്കെ സന്തോഷിപ്പിച്ച് സന്തോഷത്തോടെ പരിപാലിക്കുക. അത്രയേ വേണ്ടൂ. അച്ഛനമ്മമാരൊക്കെ പ്രായമായവരുണ്ടെങ്കിലേ ധാരാളം ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാൻ വലിയ പട്ടമെത്തിയൊന്നും കൊടുത്തില്ല വെച്ചാലും നല്ല വർത്തമാനെങ്കിലും പറയാലോ. അച്ഛപ്പം എങ്ങനെയുണ്ട്? വയ്യായിക്ക് വ്യത്യാസം ഉണ്ടോ? മരുന്നൊക്കെ കഴിച്ചിട്ട്? ഉണ്ണിയെ നല്ലോണം വ്യത്യാസം ഉണ്ട്. ഊണൊക്കെ കഴിച്ചിട്ട് അപ്പം നല്ലോണം ഊണൊക്കെ നല്ലോണം കഴിക്കാൻ പറ്റുന്നുണ്ട്.
പണിയില്ലാണ്ട് ഇപ്പൊ ഒരു അച്ഛപ്പം കുറച്ച് ദിവസമായിട്ട് പണിയില്ല. ഇപ്പൊ വൈകുന്നേരം കഞ്ഞിയായ അച്ഛന് വിഷമാവൂ. എൻ്റെ ഉണ്ണിയെ കഞ്ഞിയെ നല്ലത്, ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ പറയാനിരിക്കണോ കഞ്ഞി മതി മതി എന്ന്. പിന്നെ ഉണ്ണിക്ക് വിഷമാവോ നിരീച്ച് മിണ്ടാണ്ടിരുന്നതാണ്. അത് മതി ഉണ്ണി, അത് മതി, ആവോ നന്നായി. അച്ഛൻ ഊണ് കഴിക്കാൻ തന്നെയാണ് മോഹം. എന്നാൽ ഉണ്ണിക്ക് വേദനയാവരുത് നിരീച്ച് അച്ഛൻ പാവം പറഞ്ഞത് കേട്ടില്ലേ, മകനും സന്തോഷമായി ആയിക്കോട്ടെ. എന്നാൽ ഇത് സ്നേഹമല്ലേ? നല്ല വർത്തമാനെങ്കിലും പറഞ്ഞൂടെ? ധാരാളം കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയുണ്ട് ഇതൊക്കെ? ഇങ്ങനെ വല്ലതും ഉണ്ടോ? ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടിയതാ കുട്ടിക്കാലത്ത്, എന്തൊക്കെ കാണിച്ചെന്നിട്ട് അതൊക്കെ സഹിച്ചോരാണ് ആര്? ഈ പറഞ്ഞ കൂട്ടരെ. ഇപ്പൊ നമ്മൾ വലിയ നിലയിലെത്തി, അവര് പാവം വശാവല്ലേ, കയ്യ് കാലൊക്കെ വശല്ലാണ്ടേ. ഇപ്പൊ നമുക്ക് എന്തായി, അധികപ്പറ്റായിട്ട് തോന്നുകയാണ്. എന്തല്ലേ മനുഷ്യനാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നല്ല വർത്തമാനം പറഞ്ഞും നല്ല മട്ടും മാതിരിയിലും സ്നേഹത്തോടെ കൂടെ കൂട്ടി കൊണ്ടാടി നടന്ന് അവരെ എങ്ങനെ ആ മട്ടില് പരിപാലിക്കുക, അത്രേ വേണ്ടു. അതാണ് എന്ത് തർപ്പണം എന്ന് പറയുക. തൃപ്തിപ്പെടുത്തുക, തൃപ്തിയായി സന്തോഷമായി സമാധാനായി എന്ന് തോന്നേ വേണ്ടു. അതിന്റെ പേരാണ് ഈ പിതൃയജ്ഞസ്തു തർപ്പണം. പിന്നെ മൂന്നാമത്തെ കടം ദേവന്മാരോടാണ്. ദേവന്മാരോട് എന്താ കടം? ദേവന്മാര് അഗ്നി, വായു, വെള്ളം, ഈ ജാതി. കുട്ടികളോട് ഒന്ന് അടങ്ങി നിൽക്കാൻ പറയൂട്ടോ, ഒച്ചപ്പാടുണ്ടാക്കാണ്ട് ഒന്ന് നോക്കിക്കോളൂ. ഈ ദേവന്മാരോടുള്ള കടം വായു ആയാലും വെള്ളമായാലും അഗ്നി ആയാലും ഇതൊക്കെ ദേവ സംഭൂത സമ്പ്രദായങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നേരെയായാലേ നമ്മൾ ഭൂമിയിൽ എന്ത് ചെയ്യുള്ളൂ? വെള്ളം ചീത്തയാണെങ്കിൽ നമുക്ക് രോഗം വന്ന് മരിച്ചു പോവില്ലേ? വായു ചീത്തയാണെങ്കിൽ നമുക്ക് ആയുസ് ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ കേട്ടിട്ടില്ലേ? വായു മലിനീകരണം. എന്ത് സ്കൂള് പൂട്ടി, എന്ത് പൂട്ടി? മറ്റേ പുക വന്നിട്ട് ഒക്കെ മറന്നു. വേഗം പുകയൊക്കെ പോയപ്പോൾ മറന്നു. കേട്ടിട്ടില്ലേ പുക വരണമെന്ന്? നമ്മുടെ വായു മലിനായതും വെള്ളം മലിനായിട്ട് കുടിക്കാൻ വയ്യാണ്ടായതും വെള്ളത്തിൽ കൂടി വയ്യായോ, ഇതൊക്കെ പാത്രത്തിൽ. അപ്പൊ ഇതൊക്കെ ശുദ്ധമായാലേ നമുക്ക് ലോകത്ത്, അപ്പൊ ഈ പ്രപഞ്ചത്തില് ഈ കാണുന്നതായ അന്തരീക്ഷാദികളൊക്കെ ശുദ്ധമായിട്ട് അതിൻ്റെയൊക്കെ അധിദേവതമാരെ പ്രസാദിപ്പിച്ച് പുറപ്പെടുന്ന പേരാണെന്ത്? ദേവപൂജ എന്ന് പറയണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ദേവന്മാരോടുള്ള പൂജ എന്താണ്? ദേവന്മാരോടുള്ള കടം തീരാനുള്ള വിദ്യ അതാണ് ഹോമോ. ഹോമം, ഹോമോ ദൈവോ. ദേവന്മാരോടുള്ള കടം തീർക്കാനുള്ള വിദ്യ ഹോമാണേ. ഹോമിക്കാൻ അറിയില്ലല്ലോ എനിക്ക്, ഹോമിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് തീയിൽ കൊണ്ടുപോയി കത്തിച്ച് കളയൊന്നും ചെയ്യരുത്. എന്ത് ചെയ്യണം? ഹോമിക്കാൻ. ഇപ്പൊ പായസം ഹോമിക്കാൻ വെച്ച് നമുക്ക് ഹോമം അറിയില്ല, എന്ത് ചെയ്യണം? വെറുതെ വർഗ്ഗ കൂട്ടി കത്തിക്കരുത്. ആ ഹോമിക്കാൻ ഉദ്ദേശിച്ച ദ്രവ്യം ഇല്ലേ ദാനം ചെയ്താലും മതി. ഇപ്പൊ പായസം ഹോമിക്കാൻ വെച്ചു, നമുക്ക് ഹോമിക്കാൻ അറിയില്ല. വിശക്കണ ആളോ കുട്ടികൾ ഇങ്ങനെ വരിക, കുട്ടികളെ പായസം കഴിക്കോ, പായസം കഴിക്കോ? ഹോമിച്ച ഫല അതൊരു വേറെ ഹോമ. ഏതഗ്നിയിലാ അത് ഹോമിച്ചത്? അത് ഹോമം തന്നെയാണ്. ഏതഗ്നിയിലാ ഹോമിച്ചത്? ജഠരാഗ്നിയിലാ ഹോമിച്ചത്. കുറച്ചും കൂടി നല്ല ഹോമം അതാണല്ലേ. കുറച്ച് പേർക്കൊക്കെ തൃപ്തിയാവുകയും ചെയ്തു. അകത്തിരിക്കണ വൈശ്വാനരമൂർത്തിയായ ഭഗവാൻ സന്തുഷ്ടനാവും. നെയ്യ് ഹോമിക്കാൻ വെച്ചു, ഉണ്ണാനിരിക്കുന്നവർക്ക് വിളമ്പി കൊടുക്കും, ഉണ്ണട്ടെ. അതും എന്ത് ഫലാണ്? ഹോമിച്ച ഫല. ബുദ്ധിമുട്ടുണ്ടോ? ആ കടം തീർന്നു. ഏത് കടം? മൂന്നാമത്തെ കടം. നാലാമത്തെ കടം ജന്തുജീവജാലങ്ങളോടുള്ള കടാണേ. എന്താ ജന്തുക്കൾ? എത്രയോ ജന്തുക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കണതേ. പാവപ്പെട്ട ജന്തുജീവജാലങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. ഇപ്പൊ മണ്ണിര അല്ലെങ്കിൽ എന്താ ഞാഞ്ഞോളൂ, എന്താ അവിടേക്ക് പറയുക? രണ്ടും പറയൂലേ? പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആ മണ്ണിൻ്റെ അടിയിലെ പുഴുവില്ലേ, അതിന് ആ പുഴു മരത്തിൻ്റെയും ചെടികളുടെയും സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരാവശിഷ്ടങ്ങൾ മണ്ണോട് കൂട്ടി തിന്ന് ദഹിപ്പിച്ച് വിസർജിച്ച് അതാണ് വളമായിട്ട് നമ്മൾ ചക്കയും മാങ്ങയും തേങ്ങയും നെല്ലും പഴവും ഒക്കെ ഉണ്ടായിട്ട് കഴിച്ച് ജീവിച്ചു പോണത്. ആ പാവപ്പെട്ട പ്രാണി ഇല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കില്ലേ? മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ എന്തൊക്കെ ജന്തുക്കൾ. എന്ത് നിസ്സാരമായി കാക്കയില്ലെങ്കിൽ നമ്മുടെ നാട് എന്തിനു പറ്റും? കാക്ക അറിയില്ലേ? IAS IPS അടുത്തടുത്ത് താമസിക്കുക, അപ്പുറപ്പുറം നല്ല വിവരമാണ് റോഡിന്റെ വക്കത്ത്. എന്തോ ഒരു വിവരമാണ് ഇവരുടെ വിവരം. ഇങ്ങോട്ട് റോഡിന്റെ മുകളിലേക്ക് പരന്നൊഴുകിയിട്ട് വണ്ടി ബ്ലോക്ക് ആവുക. ഇത്രയ്ക്ക് വിവരമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ രണ്ടാളുടെയും വീടിന്റെ നേരെ നടുക്ക് മുമ്പിലായിട്ട് റോഡ് മുമ്പിൽ ഒരു എലി ചത്ത് കിടക്കുകയാണ്. അപ്പൊ IAS പറഞ്ഞു IPS അത് കുഴിച്ച് മൂടേണ്ടത്. തിരിച്ച് മറ്റവനാണ്. അങ്ങനെ 2 ദിവസം 3 ദിവസമായി ആരും അതിനെ കുഴിച്ച് മൂടാൻ പോയില്ല. എലി എന്ത് ചെയ്തു? എലി ആ കിടന്ന കിടപ്പില് സ്വന്തം നിലയിൽ അങ്ങോട്ട് വിവരം അറിയിച്ചു തുടങ്ങി. ഇനിയല്ല. എന്നിട്ടും ഇവരെന്ത് ചെയ്തു? മൂക്കിലെ 2 ഓട്ടയിലും ഡബിൾ മുണ്ട് തിരികെ നടന്നോന്നല്ലാതെ ഒരു തൂമ്പ വാങ്ങിയിട്ട് മന്തിയിട്ട് അത് മണ്ണിന്റെ അടിയിലാക്കാൻ അവര് ചെയ്തില്ല. അങ്ങനെ നാറി ഇരിക്കുമ്പോഴാണ് ഒരു കാക്ക, കറുത്തൊരു കാക്ക വന്നിട്ട് എന്ത് ചെയ്തു? ആ എലിയെ വാലിന്റെ മുകളിൽ തൂക്കിയെടുത്ത് എങ്ങോട്ടോ കൊണ്ടുപോയി. ഇരിക്കട്ടെ, കഥ അത്തേരം അവിടെ ഇരിക്കട്ടെ. IAS കൊണ്ടാണോ നാടിന് ഗുണമുണ്ടായത്? IPS കൊണ്ടാണോ നാടിന് ഗുണമുണ്ടായത്? അതോ സ്കൂളിലേക്ക് പോവാത്ത കറുത്ത കാക്കയെ കൊണ്ടോ? കാക്കയല്ല, സ്കൂളിലേക്ക് പോവാത്ത കറുത്ത കാക്ക. സൂക്ഷിച്ച് പറയണം.
ശരിയല്ലേ? കാക്ക സ്കൂളിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. സുന്ദരനാണോ? അല്ല, കാക്ക കറുത്തിട്ടാണ്. സ്കൂളിലേക്ക് പോയിട്ടില്ല. എഴുതാൻ അറിയില്ല കാക്കയ്ക്ക്, വായിക്കാൻ ഒട്ടും അറിയില്ല. പക്ഷെ ലോകത്തിന് ഉപകാരം ഉണ്ടായത് ആരെ കൊണ്ടാണ്? കാക്കയെ കൊണ്ട്. മനസ്സിലായി? ഇങ്ങനെ നോക്കിയാൽ ലോകത്തിൽ എല്ലാ ജന്തുക്കളെ കൊണ്ടും മനുഷ്യന് ഉപകാരമുണ്ട്. ലോകത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്തൊരു ജന്തുവേ ഉള്ളൂ. നമുക്ക് അടുത്ത ഭാഗം പറയുക. പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ എത്തി. അതേതാ ജന്തു? പറയണ്ട. അതൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ 10 ജന്തുക്കളെ പുറത്ത് കേട്ടാൽ മോശമല്ലേ? ഇറങ്ങി പോകുമ്പോൾ പശു ഇങ്ങനെ നോക്കും. നമ്മൾ തമ്മിൽ മനുഷ്യന്മാരങ്ങനെ പറയാൻ പാടുണ്ടോ? ശരിയല്ലേ? ഇത് ലോകത്തിൽ ഒരു ഉപകാരം ഇല്ലാത്തൊരു ജന്തു ഉള്ള അതേതാ ജന്തു? ഒരു ഉപകാരം, ഉപദ്രവം ഉണ്ടേ ഇനി. ശരി, ആ ജന്തുക്കളോടൊരു കടൻ. ആ കടം തീർക്കാനുള്ള വിദ്യക്ക് പറയുന്ന പേരാണ് എന്ത്? ബലി. ബലിച്ച എന്താ? നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരംശം. പണ്ടൊക്കെ അങ്ങനെ പതിവുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അരി വാർത്ത അമ്മ എന്ത് ചെയ്യും? ഒരു ചട്ടകം ചോറ് അങ്ങോട്ട് കോരിയിട്ട് വല്ല മോരോ അല്ലെങ്കിൽ വെണ്ണയോ തൈരോ എന്തെങ്കിലും കൂട്ടി കുഴച്ചിട്ട്, കൂട്ടാനൊന്നും പതിവില്ല, എന്തെങ്കിലുമൊക്കെ കൂട്ടാനും അങ്ങനെ നിർബന്ധമില്ല, ഇങ്ങനെ വല്ല മോരോ തൈരൊക്കെ പതിവ്. കൂട്ടി കുഴച്ചിട്ട് കിഴക്കേ മുറ്റത്ത് ആ കല്ലിൻ്റെ മുകളിൽ ഒരു ഇലയിൽ ആ ഉരുളി അവിടെ കൊണ്ടുപോയി വെക്കും. നമുക്കറിയില്ല, ആദ്യം അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് വിളമ്പുള്ളൂ. ഇതെന്തിനാ അമ്മേ ചോദിച്ചാൽ അമ്മ പറയും പുറത്തേക്ക് കൊടുക്കുക എന്നാ പറയുക. പുറത്തേക്ക് കൊടുക്കുക. അത് ആർക്കാ കൊടുക്കണത്? ആർക്കാന്ന് അമ്മ നോക്കില്ല. കാക്ക വന്ന് തിന്നും, ചിലപ്പം പൂച്ചയോ നായോ വന്ന് തിന്നും, കിളികൾ, കുരുവികൾ, പ്രാണികൾ, ചെറിയ ചെറിയ പക്ഷികൾ, അതിൽ ഉറുമ്പ്. അത് ആരാ കഴിക്കണമെന്ന് അമ്മ നോക്കില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇല കല്ലിൻ്റെ മുകളിലുണ്ടെങ്കിൽ തോണ്ടിയിട്ട് ഒരു കിണ്ടി വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിക്കും. ഇല്ലെങ്കിൽ ആ ഇലയൊക്കെ പറന്ന് പോയിട്ടുണ്ടാവും. പിറ്റേന്നാളും ഒരു കിണ്ടി വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഇത് വെക്കും. പിന്നെ മനസ്സിലായി നമ്മൾ പഠിച്ച വളർത്തിത്താണേ എന്ത്? ബലി. ഏതെങ്കിലും ജന്തുക്കൾ നമ്മൾ ഊണഴിക്കുമ്പോൾ അവർ ഒരാൾക്കെങ്കിലും ഇത്തിരി വിശപ്പ് മാറിയാൽ അതായില്ലേ എന്ന് വിചാരിച്ചു. അതൊക്കെ നമ്മൾ പണ്ടൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ ശുദ്ധമൊന്നും നിശ്ചല്ലെങ്കിൽ പോലും എച്ചിലും പറ്റൊന്നും കണക്കാക്കാത്തവരാണെങ്കിൽ പോലും ഉണ്ട ഇലയിൽ എച്ചിലായ ഇലയിലാണെങ്കിൽ പോലും ഒരു ഉരുള ചോറ് നായയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഉരുള ചോറ് പൂച്ചയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഉരുള ചോറ് കാക്കയ്ക്ക് എന്നൊക്കെ. കോഴിക്ക് കൊടുക്കും. കോഴി പിന്നെ അഡ്രസ്സുള്ള കോഴിയാണേ. നമ്മുടെ കോഴി, നാരായണ നായരുടെ കോഴി എന്നൊക്കെ. കോഴിക്ക് മേൽവിലാസമുണ്ട്, കാക്കയ്ക്കോ? പറയൂ കേൾക്കട്ടെ. കാക്കയ്ക്ക് മേൽവിലാസമല്ലേ? ആരോരും ഇല്ലാത്ത ജന്തുവാണേ കോഴിക്കെന്നേ പരിക്ക് പറ്റിയ ആളുകൾ വരിയായിട്ട് വരും. അതുവരെ ആരും വരില്ല. ഉപദ്രവിക്കുമ്പോഴൊന്നും ആരും വരില്ല. ഉപദ്രവം കഴിഞ്ഞ് പറ്റിയ ആര് വരും? ഉടമസ്ഥൻ വരും. ഇതെങ്ങനെ ശരിയല്ലേ? ഇത് കോഴിയുടെ കാര്യം നമ്മൾ പറയണ്ട. കാക്കയോ പൂച്ചയോ നായയൊക്കെ ഉണ്ടാവില്ലേ? എന്താല്ലേ? അപ്പൊ നമ്മുടെ ആഹാരത്തിന്റെ ഒരു അംശം പണ്ടൊക്കെ കൊടുത്തായിരുന്നു. ഇന്നിപ്പോ നമ്മൾ കുഴച്ച് ഉരുട്ടിയിട്ട് കാക്കയ്ക്ക് ആയിക്കോട്ടെ, ഇനി വേണ്ട. പൂച്ചയ്ക്ക് ആയിക്കോട്ടെ, ഇല്ലേ വേണ്ട. നായയ്ക്ക് ആയിക്കോട്ടെ, ഇല്ലേ വേണ്ട. അതും കൂടി മെഴുങ്ങിയ അതായി. അങ്ങോട്ട് മെഴുങ്ങുക. എന്നിട്ടോ ഇതൊക്കെ പിന്നെ ഒടുക്കം ഈ കൂട്ടി ഇതൊക്കെ പിന്നെ കിഴിക്കുക. എങ്ങനെ വെറുതെ നാട് കുടിക്കേണ്ടതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. എന്തല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ആഹാരം കഴിക്കുമ്പം ഒരു ലേശം മറ്റുള്ള ജന്തുക്കൾക്കൊക്കെ കൊടുത്തു നോക്കും. ഒരു പുണ്യണേ. ഇല്ലെങ്കിൽ യൂണ് കൊടുത്ത ശീലമുള്ള കൂട്ടർക്ക് ഏതെങ്കിലും ഒരു നായോ പൂച്ചയോ ഏതെങ്കിലും ഒരു ജന്തു വിശന്ന് വരുമ്പം ലേശം ആഹാരം കുറച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പിടിച്ച് കൊടുത്തു നോക്കും. നായയെ കൊണ്ടുപോയി പൂച്ചയെ അതുണ്ടെന്നറിഞ്ഞ് വയറ് നിറഞ്ഞ ആ നായയോ പൂച്ച എന്താ വെച്ചാൽ ആ ജന്തു തിരിച്ചു പോകുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആവോ? കൊടുത്തവർക്കറിയാം. ആ ജന്തു കൊടുത്തയാളെ ഒന്ന് തിരിഞ്ഞു നോക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നായയും നോക്കും, പൂച്ചയും നോക്കും. എന്ത് ജന്തു ആണെങ്കിലും ഉണ്ട് കഴിഞ്ഞ് വയറ് നിറഞ്ഞ ആ ജന്തു പോകുമ്പോൾ കൊടുത്തയാളെ നോക്കും. ജന്തുക്കളൊക്കെ നോക്കും, മനുഷ്യന്മാർ നോക്കില്ല. ഒരൊറ്റ പോക്കാ. വല്ലാത്ത ജാതി അത്. തിരിഞ്ഞു നോക്കും, പിന്നെ കണ്ടാൽ തന്നെ മിണ്ടില്ല. അങ്ങനെയുണ്ട്. ഈ ജന്തുക്കൾ അങ്ങനെയല്ല. അവർ കൊടുത്തയാളെ നോക്കിയിട്ടേ പോകുള്ളൂ. ആ നോട്ടത്തിൽ പെട്ടാൽ ഒന്നും പറയേണ്ട, അനുഗ്രഹമായി എന്നാ പറയുക. ഭഗവാനാണ് നോക്കണതേ. കണ്ണ് നായയുടെ ഔഷധം നോക്കണത് ആരാണ്? അനുഗ്രഹാണ്. പ്രത്യേക അതൊക്കെ പണ്ട് നമുക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ കൊടുത്താൽ അമ്മമാർക്കൊക്കെ വിഷണ്ടാവും. അതൊക്കെ ചോറ് കൊടുത്താൽ എന്തിനു കൊടുത്താലും ആഹാരമൊക്കെ കുറേശ്ശെ കൊടുക്കണം. പാവം ഈ ജന്തുക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. ഒരു ജന്തുവിനെ ആക്രമിക്കാനും കൊല്ലാനും തിന്നാനും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ ജന്തുക്കളെയും മനുഷ്യന് തിന്നാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പഠിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു കൂടിയിട്ടാണ് ഇങ്ങനെ നാശം ഉണ്ടായതേ. അതിലൊന്നും നമ്മൾ ചെന്ന് ചാടി പോകണ്ട. ആക്കെ അവർ പറഞ്ഞോട്ടെ, അത് നമുക്ക് കേൾക്കാൻ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ സമ്പ്രദായം എന്ത് കേമാണ്? ലോകം അതുകൊണ്ടാണ് ഭാരതത്തിൽ വന്ന് പാട് കിടക്കുന്നത്. ഇവിടുത്തെ സൗന്ദര്യം കണ്ടിട്ടും ഇവിടുത്തെ സ്വർണം കണ്ടിട്ടും നെയ്യും എണ്ണയും കണ്ടിട്ടും ഒന്നുമല്ല. പിന്നെ എന്താ ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ഈ ഒരു ഏത് കാലത്ത് അതൊക്കെ ഉപദേശിച്ചതെന്ന് ആലോചിക്കണം. ഏത് കാലത്ത് വേദങ്ങളിലെ ധർമ്മ പറയുന്നത്? വേദം എന്നുണ്ടായി എന്നാ പറയുന്നത്? ശാസ്ത്രകാരന്മാർക്ക് പോലും അറിയില്ല ഏത് 10,000 കൊല്ലം മുമ്പ് ഉണ്ടായതെന്ന്. അല്ലാത്തതൊക്കെ നമ്മൾ കാണുന്ന 500, 1000, 1500 അപ്പുറത്തേക്കൊന്നും ഇല്ല. ധരിച്ചു വെച്ചോളൂ കേട്ടോ. അതുകൊണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് ആ ബുദ്ധിമുട്ട് എല്ലായ്ക്കലുണ്ട്.
മുറ്റത്തെ മുല്ല ചെയ്തുകൊണ്ട് മണം ഉണ്ടാവില്ല, മറ്റേത് പറമ്പിലത്തെ മുല്ല ചെയ്തുകൊണ്ട് നല്ല മണാവുകയെ. സൂക്ഷിച്ചോളൂ. അതാണ് ഇപ്പൊ ഈ പറയുന്നതായ ജന്തുജീവജാലങ്ങളുള്ള കടൽ തീരാൻ ഇത്രയുള്ള ബുദ്ധിമുട്ടില്ലേ? എന്തോ ഒരിത്തിരി ആഹാരം കൊടുക്കുക. ഇനിയിപ്പോൾ വേനൽക്കാലൊക്കെയാണ് വരുന്നത് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ പഴയ പാത്രത്തിൽ കോരി പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും. വല്ല നായ പൂച്ചയോ കിളികളൊക്കെ എത്ര കിളികൾ വെള്ളം കിട്ടാണ്ട് ചത്തു പോകുന്നുണ്ടെന്ന് അറിയൂ. നമ്മളിങ്ങനെ പണ്ടൊക്കെ ഇത്തിരി വെള്ളമൊക്കെ ഇപ്പോൾ പാത്രം കഴുകണ വെള്ളം, മുണ്ട് മുക്കണ വെള്ളം, കാല് കഴുകണ വെള്ളം, എന്തെങ്കിലുമൊക്കെ വെള്ളം എവിടെയെങ്കിലും കൊട്ടത്തളത്തിൽ വെള്ളം കോരണ ദിക്കിലെ വെള്ളം ഇപ്പം നമ്മളതൊക്കെ പൂട്ടിക്കെട്ടി മറ്റേ ഓട്ടയിലേക്ക് ആക്കിയിട്ട് ഒരു ദിക്കിലോ ഒരു തുള്ളി വെള്ളമില്ല. നമ്മൾ മോന്തുക എന്നല്ലാതെ ഒരു പ്രാണിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. ഉണ്ടോ? കുളമില്ല. മണ്ണിട്ട് മൂടിയിട്ടാണ് നമ്മൾ മാളിക ഉണ്ടാക്കിയത്, തോട് മൂടിയിട്ടാണ് നമ്മൾ റോഡ് ഉണ്ടാക്കിയത്. എന്താ വെള്ളത്തിൻ്റെതുള്ളത്? ചിന്തിച്ച് നോക്കുക. വല്ലതും ഉണ്ടോ? ഇല്ല. ജന്തുക്കൾ, പാവം പക്ഷികൾ, തുള്ളി വെള്ളം അതിന് വേണ്ട. ഒരു ഔൺസ് വെള്ളം അതിന് ഒരാഴ്ചയ്ക്ക് ഉണ്ടാവും. എന്തോ ആ ഒരു തുള്ളി വെള്ളത്തിനാണ് ആ ചത്തുപോയത് എന്ന് ആലോചിക്കും. നമ്മൾക്കല്ലേ പാപം? നമ്മൾ പാപികളായതുകൊണ്ടല്ലേ ആ ജന്തു കിട്ടാതെ ചത്തത്. അതുകൊണ്ട് അത് ചെയ്യരുത്. വല്ല പാത്രങ്ങളൊക്കെ വെള്ളം കോരി വെക്കുക. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പൊട്ടിയ പാത്രമൊക്കെ ഉണ്ടാവില്ല ഉപയോഗിക്കാത്തത്. നായ കുടിക്കട്ടെ. നമുക്ക് കുടിച്ചു പോകുമ്പോൾ പറയും, ഹൗ നാരായണ, നമുക്ക് വെള്ളം കുടി മുട്ടില്ല. ഹൗ നാരായണ, നമ്മുടെ ജന്മം നേരി. ഓരോ അനുഗ്രഹണതേ. കുട്ടികളെയൊക്കെ നമ്മളൊരു ദിക്കിൽ കണ്ടതാ. ചെറിയ മക്കൾ വായനയ്ക്ക് പോയപ്പോഴേ 5, 10, 15 വയസ്സായ കുട്ടികളൊക്കെ പാത്രങ്ങളൊക്കെ മരത്തിന്റെ മുകളിൽ കെട്ടി തൂക്കുക. ചിന്ത ഉണ്ണികളെ തിരുമേനി വെള്ളം കുടിക്കണം. എന്തല്ലേ ആ മക്കളുടെയൊക്കെ ഒരു മനസ്സിന്റെ വലിപ്പം. അങ്ങനത്തെ കുട്ടികളാ വളരേണ്ടത്. അവരൊക്കെ വലിയ വലിയ മഹിമയുള്ളവരായിട്ട് തീരും. സമൂഹത്തിന് വേണ്ടതാ അങ്ങനത്തെ കുട്ടികളെ. അർത്ഥം മനസ്സിലാവില്ലേ? വയ്യാത്തവരുടെ വേദനയും കഷ്ടപ്പെടുന്നവരുടെ വിഷമവും ആഹാരമില്ലാത്തവരുടെ വേദനയൊക്കെ മനസ്സിലാക്കുന്ന ഒരു തലമുറ ഉണ്ടാവുമ്പോഴേ ലോകം നന്നാവുള്ളൂ. വെട്ടാനും മുറിക്കാനും ആരും വേണ്ട. അതൊക്കെ എല്ലാവരും മുറിച്ചോളൂ. ദുഷ്ടതയാണോ പഠിപ്പിക്കേണ്ടത്? നല്ലതല്ലേ പഠിപ്പിക്കേണ്ടത്? അത് പഠിപ്പിച്ചു വിടുതാണ് കഥ. അത് കഴിഞ്ഞ് 5ാമതൊരു കടം കൂടി ഉണ്ട്. ആരോടാണെന്നറിയോ? മനുഷ്യന്മാരോട്. മനുഷ്യന്മാരോട് എന്താ കടം? നമ്മൾ നോക്കൂ, ചോറ് ഉണ്ണണോ, ആഹാരം കഴിക്കണോ? നമ്മൾ നെല്ല് കുത്തി നമ്മുടെ പാടത്ത് കൃഷി ചെയ്ത് നെല്ല് കുത്തിയ ചോറല്ലല്ലോ നമ്മൾ ഉണ്ണണത്. കുമ്പളങ്ങ കൊണ്ട് നല്ല കാളം കൂട്ടി. കുമ്പളങ്ങ നമ്മുടെ പറമ്പിലുണ്ടായതല്ലല്ലോ. ഇത് എവിടുന്ന്? ഏതോ നാട്ടിലെ കർഷകൻ നെല്ലുണ്ടാക്കി കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കയും ഉണ്ടാക്കി കയറ്റി അയച്ച് ഇവിടേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വെച്ചുണ്ണം. ആ കർഷകനോട് നമുക്കൊരു കടമുണ്ട്. നമ്മൾ മുണ്ട് കൊടുത്തില്ലേ? മുണ്ട് ആരുണ്ടാക്കി? നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മുണ്ടോ? അതൊന്നെടുത്ത് പുറത്തേക്ക് പോകരുതിട്ടോ. നമുക്ക് മുണ്ടുണ്ടാക്കാൻ അറിയാം. അത് കൊടുത്താൽ പ്രാന്താന്ന് പറയില്ലേ? അപ്പം അത് ഏതോ പാവപ്പെട്ട തൊഴിലാളി ഏതോ നാട്ടിലുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്ത്രം. അദ്ദേഹം നല്ല വസ്ത്രം കൊടുത്തിട്ടില്ല, കീറിയത് അവിടെ തിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആ വസ്ത്രമാണ് നമ്മൾ ധരിച്ചത്. അപ്പം ആ തൊഴിലാളിയോട് നമുക്കൊരു കടണ്ട്. അപ്പൊ ചോദിക്കാനൊരു ചോദ്യം ഇപ്പൊ എന്താ ചോദിച്ചാൽ, കാശ് കൊടുത്തിട്ടല്ലേ, സൗജന്യമല്ലല്ലോ എന്ന് ചോദിക്കാനല്ലേ ചുണ്ട് ഇങ്ങനെയൊക്കെ ഇത് തോന്നി. ഉറക്കെ ചോദിച്ചില്ല എന്നേ നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അതിന് മറുപടി കൂടി അങ്ങോട്ട് പറയുക, കാശ് കൊടുത്തിട്ടല്ലേ. സജ്ജനങ്ങളെ, കാശ് നമ്മുടെ കയ്യിലുണ്ടേ. പക്ഷേ ഈ പിന്നെ അരി നെല്ല് കൃഷി ചെയ്യണം, കൃഷി ചെയ്യൽ നിർത്തി. അദ്ദേഹം കൃഷി നിർത്തി. കുമ്പളങ്ങി മത്തങ്ങി ഒക്കെ കൃഷി നിർത്തി. ഒന്നുമില്ല. നമ്മൾ എന്തുണ്ണം? നമ്മൾ ആ വടക്കേ ഭാഗത്തിൽ വാഴയുടെ എല്ലാം മുറിച്ചിട്ടിട്ട് അതിൽ 500ന്റെ ഒരു നോട്ട് വിളമ്പി, അതിൽ നമ്മൾ ഒരു 5ന്റെ ഒരു നാണയത്തൊട്ടും വിളമ്പി പറക്കാണ്ടിരിക്കാൻ. ഇരുന്ന് ഉണ്ണന്നെ 500ന്റെ ഉണ്ണാൻ പറ്റുമോ? നോട്ട് കയ്യിലുണ്ട്, പക്ഷെ ഉണ്ണാൻ പറ്റുമോ? പറ്റില്ല. മുണ്ട് ഉണ്ടാക്കണയാൾ, വസ്ത്രം ഉണ്ടാക്കണയാൾ വസ്ത്രം ഉണ്ടാക്കൽ നിർത്തി, തീരെ നിർത്തി. നമ്മൾ എന്തുടുക്കും? 500ന്റെ നോട്ട് ഇങ്ങനെ വില ഇങ്ങനെ തട്ടുകൊടുത്ത് ഒരു 200ന്റേത് തോളത്തിട്ട് ഒരു 100ന്റേത് മുഖം തുടങ്ങി പറയണ്ട. കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞ കാശ് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. കാശ് മനുഷ്യ പ്രയത്നത്തിന് സമല്ല. മനുഷ്യന്റെ പ്രയത്നത്തെ വിനിമയം ചെയ്യാനുള്ള ഉപാധി മാത്രമാണ് എന്ത്? നാണയം അല്ലെങ്കിൽ പണം. കൽപ്പിത മൂല്യമുള്ള വസ്തുവാണ്, അല്ലാതെ എന്തല്ല. അരി ഏതെങ്കിലും അരിയാണ്. കൽപ്പിച്ചാലും കൽപ്പിച്ചില്ലെങ്കിൽ അരി വെച്ച് ഉണ്ണാൻ പറ്റും, ശരിയല്ലേ? ഇത് 500ന്റെ നോട്ട് ഇന്നിപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്നു. നാളെ ഗവൺമെന്റ് പറഞ്ഞ് ഈ സാധനം ഇനി നാളെ മുതൽ പറ്റില്ല പറഞ്ഞാലോ അത് നമ്മൾ നിലം തുടയ്ക്കാൻ എടുക്കാനേ പറ്റുള്ളൂ. അതിൽ ആ മൂല്യം കൽപ്പിച്ചത് അവർ പിൻവലിച്ചു. പണ്ട് നമ്മൾ വെയിലത്ത് നിന്നത് ഓർമ്മയില്ലേ? മറ്റേ വീതി ഉള്ളത് പോയപ്പം നമ്മുടെ കയ്യിൽ പിന്നെ കൂടുതലില്ലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വിഷമിച്ചില്ല. കൂടുതലുള്ളവനൊക്കെയാണ് ചൊറിഞ്ഞും കുത്തി നിലവിളിച്ചപ്പോഴും നിലവിളിക്കുന്നുണ്ട്. എന്ത് നിലവിളി തീർന്നിട്ടില്ല അന്ന്, ശരിയല്ലേ? ഇത് നമുക്ക് നിലവിളിയൊന്നുമില്ല. അന്ന് 2 ദിവസമൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട മാതിരി തോന്നിച്ചാൽ ഇപ്പോൾ ഒരു വിഷമവും ഇല്ല, ശരിയല്ലേ? ഇത് എന്താ കാരണം? നമ്മൾ പൂഴ്ത്തി വെച്ചതൊന്നുമില്ല. അന്നാന്ന് വൈകുന്നേരം രാവിലെ കിട്ടുന്നത് വൈകുന്നേരം കിട്ടുന്നത് രാവിലെ എന്നുള്ള മട്ടായതുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം കൽപ്പിച്ച് വെച്ചൊരു മൂല്യമാണ് കടലാസിനുള്ളത്. ആ മൂല്യം പിൻവലിച്ചാൽ നോട്ട് ബുക്കിലെ കടലാസല്ലേ, നോട്ട് ബുക്കിൽ നിന്ന് കയറിയ കടലാസും 500ന്റെ നോട്ടൊക്കെ ഒരു കടലാസാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ പ്രയത്നത്തെ ഇങ്ങനെ നിസ്സാരാക്കി കാണാൻ പാടില്ല. ഈ മനുഷ്യന്മാരോടുള്ള നമ്മുടെ കടന്നു തീർക്കാനുള്ള വിദ്യയാണ് ഇപ്പൊ പറഞ്ഞതായ നിറയജ്ഞോതിഥി പൂജനം. അതിഥികളെ പൂജിക്കുക. അതിഥികൾ ആരാണ്? അതിഥി എന്ന് പറഞ്ഞാൽ ആരാന്നറിയൂ?
നമ്മൾ അങ്ങനെ ധരിക്കരുത്. എന്നാൽ വിദ്യതേ തിഥി, നാളും പക്കും തിഥി ഇല്ലാണ്ട് യാദൃച്ഛികമായിട്ട് കടന്നു വരുന്നവരെയാണ് എന്ത് പറയുക, അതിഥി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ആരെങ്കിലുമൊക്കെ വരും, ആരാ നമുക്കറിയില്ല, അവര് വരും, ഊണൊക്കെ കഴിക്കും, വെള്ളമൊക്കെ കുടിക്കും, എന്തെങ്കിലും 5 10 ഉറുപ്പ്യ 50 ഉറുപ്പ്യ എന്തെങ്കിലും കൊടുത്തു പോകും. ഇപ്പോഴും വരാറുണ്ട്. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ധാരാളം വരാറില്ല. അതിന്റെ മുമ്പൊക്കെ ഓരോരുത്തരെ ദിവസവും ഉണ്ടാവും 1 2 പേര് എവിടെന്നെങ്കിലും ഇങ്ങനെ വരും. അവനെ പഠിപ്പരയിൽ കുറച്ചു നേരം വിശ്രമിക്കും, പിന്നെ വടക്കേ വരാന്തയിൽ വന്നിരിക്കും, ഊണും കഴിക്കും, സന്തോഷമായി 5 10 ഉറുപ്പ്യം കൊടുക്കും. അവര് പിന്നെ പിറ്റേത്തെ കൊല്ലം അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു. എന്താ കാരണം, നമ്മുടെ ആരുമല്ല, അവരാരാ നമുക്ക് അറിയൂല. എന്നാലും ഊണ് കഴിച്ച് സന്തോഷമായിട്ട് ചിരിച്ചിട്ടൊരു പോക്കുണ്ട്. ആ ചിരി ഒരു ഭംഗിയുള്ള ചിരിയാ. ആ പോണ തിരിയേറെ അവിടെ മയങ്ങിയ സന്തോഷത്തെ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ പോവും ചെയ്യും. ആരോ നമുക്കും അറിയില്ല, ആരോ നമുക്കൊരു ലാഭവും അവരെ കൊണ്ടില്ല, അവർക്ക് നമ്മളെ കൊണ്ടും ഒരു അങ്ങനെയുള്ള ചില ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. അതാണ് യാദൃച്ഛികമായിട്ട് വരുന്നവരെ നമ്മളെ കൊണ്ട് ആവണ മാതിരി നമ്മളെ സൽക്കരിച്ച് ധാരാളം കൊടുക്കലല്ല അതിഥി പൂജ. പിന്നെ എന്താണെന്നറിയൂ, അവനവന്റെ ഹൃദയം, ശുദ്ധമായ ഹൃദയം. ചില ദിക്ക് പോയാൽ നമുക്ക് തോന്നില്ലേ, കഴിച്ചതൊക്കെ ലേശാണെങ്കിലും അവിടെ നിന്ന് പോരാൻ തോന്നില്ല. എന്താ കാരണം, ആ ഹൃദയത്തിന്റെ ഭംഗിയാണ്. ഇപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ഇപ്പൊ അതിഥി വരിക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവിന്റെ കൂടെ സന്ധ്യ ആകുമ്പോൾ ഒരാളും കൂടി കയറി വരിക. ഭാര്യയാണെന്ന് വെച്ചാൽ എന്താ വിചാരിച്ചു വെച്ചാൽ, ഇനിയിപ്പോ കുറച്ച് പാത്രത്തിൽ കുറച്ച് ചോറുണ്ട്, അതങ്ങോട്ട് ഉണ്ട്, രണ്ടാൾക്കും കൂടി ഉണ്ണാന്നാലും സീരിയൽ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒന്നിനെയും കൂടി വലിച്ചു കയറ്റി അങ്ങനെ കൊണ്ടുവരുന്നത് സന്ധ്യ ആകുമ്പോൾ. എന്താ അല്ലേ, ഭർത്താവ് എന്നിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മുട്ടിയെ നിനക്കറിയില്ലേ, നമ്മുടെ ഗോവിന്ദൻകുട്ടി അമ്മയ്ക്ക് ഇങ്ങനെ അരിച്ച കയറി വന്നിട്ട് മുട്ടി എന്നും പറഞ്ഞിട്ട്. പിന്നെ പറയാൻ വയ്യല്ലോ, അതിഥി ആയതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അറിയാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ വർത്തമാനം പറയാം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാ പറഞ്ഞു. വീട്ടുകാരും കുഞ്ഞോട്ടൻ എന്ത് ചെയ്തു, കുളിക്കാൻ പോയി. ഇപ്പൊ ഗോവിന്ദൻകുട്ടി അമ്മൂട്ടിയമ്മയും കൂടി വർത്തമാനം പറയണേ. അമ്മൂട്ടിയമ്മ ചോദിച്ചു, എന്താ ശല്യം? അപ്പൊ വൈകുന്നേരം ആയാൽ ഒരു വലിയ മഴ, വല്ലാത്ത മഴയാ, ചോരൂല്ല എന്ന് പറഞ്ഞു. ആരെ? അമ്മൂട്ടിയമ്മ. അപ്പൊ നമ്മുടെ ഈ അതിഥി ഗോവിന്ദൻകുട്ടി പറഞ്ഞു, ഇല്ല വെളിച്ചാവുമ്പോഴേക്കൊക്കെ ചോരും എന്നും പറഞ്ഞു. അത് തീരുമാനമായി, ഇന്ന് പോവില്ല, തീരുമാനമായി. ഒന്ന് പോവില്ല എന്ന് പറയാൻ ഒരു മരുന്ന് പണി നടത്തിയതാ. ഇന്ന് പോവോ ചോദിക്കാൻ വയ്യല്ലോ, മോശല്ലേ? പോവില്ല തീരുമാനം, ഒന്നും പറയണ്ട. അയ്മ ഇത് ചെയ്തു, ഇത് പോവില്ലല്ലോ. ഞാൻ അടുക്കളയ്ക്ക് വന്ന് പാത്രത്തേക്ക് നോക്കിയപ്പോൾ കഷ്ടി കുറച്ച് ചോറുണ്ട്, സാരമില്ല, രണ്ടാക്കും കൂടി വിളമ്പി കൊടുക്കാം. പട്ടിണി കിടന്നാലും അത് മുടക്കണ്ടല്ലോ. ദീപാരാധനയല്ല, സീരിയല്. ദീപാരാധനയാണോ? ദീപാരാധന നാളെ ഉണ്ടാവും. സീരിയൽ എന്ന് കണ്ടാൽ പിന്നെ നാളെ അതാ സീരിയൽ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് വിചാരിച്ചു, രണ്ടാളും കൂടി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മേശേമ്പിൽ ഊണഴിക്കാനിരുന്നു. ഭർത്താവിന് ഇലയിട്ടു, ഈ ഗോവിന്ദൻകുട്ടി വിരുന്നുകാരനും ഇലയിട്ടു, രണ്ടാൾക്കും ഇലയിട്ടിട്ട് ഈ അമ്മ എന്ത് ചെയ്തു, അമ്മൂട്ടിയമ്മ ഭർത്താവിന്റെ ഇലയിലേക്ക് ആദ്യം വിളമ്പി 9 വറ്റ്. ഭർത്താവ് ഇങ്ങനെ നോക്കി, അമ്മയുടെ മുഖത്തേക്ക് അമ്മയങ്ങോട്ട് നോക്കിയില്ല, അമ്മൂട്ടിയമ്മ നോക്കിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു, വിരുന്നുകാരൻ്റെ ഇലയിലേക്ക് 2 ചട്ടകം അങ്ങോട്ട് വിളമ്പി. എന്നിട്ട് കാളനും വിളമ്പി. അദ്ദേഹമാണെങ്കിൽ കാളം കൂട്ടണോ കുഴക്കണോ ഉരുട്ടണോ മുഴുങ്ങണോ, കാളം കൂട്ടണോ കുഴക്കണോ ഉരുട്ടണോ മുഴുങ്ങണോ, ഈ നല്ല രസമായിട്ട് ഊണഴിക്കണ്ട. ഇയാളാണെങ്കിലോ ഈ 9 വറ്റ് പടിഞ്ഞാട്ട് കുഴയ്ക്കുക, കിഴക്കോട്ട് കുഴയ്ക്കുക, തെക്കോട്ട് കുഴയ്ക്കുക, വടക്കോട്ട് കുഴയ്ക്കുക. എന്താ കാരണം, ഇതങ്ങോട്ട് ഒരു ഉരുള ഉണ്ടാ തീരാനേ ഇല്ല. എൻ്റെ കൂടെ കുഴച്ച് കളിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ വേറെ. അപ്പൊ ഈ വിരുന്നുകാരൻ ചോദിച്ചു, അല്ല കുഞ്ഞൂട്ടാ, നീ ഇപ്പൊ ഊണൊക്കെ കുറച്ചു, എന്തുണ്ടായേ ചോദിച്ചു. ഇയാൾ എന്തെങ്കിലും ഇനി വേണ്ടാത്ത വർത്തമാനം പറയേണ്ട വെച്ചാൽ അമ്മൂട്ടിയമ്മ എന്നെ പറഞ്ഞു, ഞാൻ വളരെ കൺട്രോളറാണെന്ന് പറഞ്ഞു. റെയിൽവേയിലെ കൺട്രോളർ അല്ല, വളരെ നിയന്ത്രിച്ചിട്ടാണെന്നാ പറഞ്ഞത്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അത് പറഞ്ഞാലൊരു വിലയാണല്ലോ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. ഒന്നും പറയണ്ട. അപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കി എന്തോ കാര്യമുണ്ട്, ഇല്ലച്ചവൾ ഇങ്ങനെ വിളമ്പില്ല എന്ന്. അയാൾ നല്ല അനുസരണയുള്ള ഭർത്താവ് ആയതുകൊണ്ട് അങ്ങനെ കുഴച്ച് കളിച്ച് അവിടെ ഇരുന്നു. മറ്റോനാച്ചാ നല്ലോണം ഉണ്ടേ. അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു, അമ്മൂട്ടിയെ വിളമ്പിക്കോളോ വിളമ്പിക്കോളോ വിളമ്പിക്കോളോ. അമ്മ ഇങ്ങനെ വിളമ്പുന്നുണ്ട്. ബനാച്ച അങ്ങനെ നമ്മൾ ഈ പാടത്തെ വരുമ്പത്തെ ഞണ്ടിന്റെ മാളത്തേക്ക് പാത്രം കൊണ്ട് വെള്ളം കോരി ഒഴിച്ച് അങ്ങനെ ഉണ്ടാവും. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ലേ? നിറയില്ലേ അത്? അതേമാതിരി ഇവൻ ഇങ്ങനെ ഗുളും 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 അങ്ങനെ ഉണ്ണാനേ. ഇവിടെ അച്ഛ വിളമ്പിക്കോളോ വിളമ്പിക്കോളോ എന്ന് പറഞ്ഞു. ഇവിടെ അച്ചാൽ ഈ ചട്ടകവും പാത്രം കൂടി 1 2 പറഞ്ഞ് തെറ്റി. അതിൻ്റെ ഇടയ്ക്ക് ചട്ടക എന്തോ ചോദിച്ചു, പന്നിന്ത്ര തോണ്ടാൻ ചോദിച്ചു, നിന്ത്ര അങ്ങോട്ട് ഇങ്ങോട്ട് കശ പീശ. ഇതൊക്കെ നാട്ടുകാർ കേൾക്കാൻ തുടങ്ങി. എന്ത് ചട്ടകവും പാത്രം കൂടിയുള്ള ഷണ്ഠ. അപ്പോഴാ ഇതിലൊന്നും ഇല്ലല്ലോ വിളമ്പാൻ. ഭർത്താവ് അച്ഛ വിളമ്പിക്കോളൂ 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 എന്ന് PM എന്ന് ചാരി നിന്നിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, മറ്റേയാൾ കാണാൻ വയ്യല്ല, മോശല്ലേ, പാത്രത്തിലൊന്നും. ഇത് അടയാളം കാണിച്ചതിന്റെ ശേഷം ഭർത്താവ് പിന്നെ മുഖത്തേക്കേ നോക്കിയില്ല, പിന്നെ താഴത്തേക്ക് നോക്കിയിട്ട്. ഈ ദുഷ്ടനാണെങ്കിൽ മുഖത്തേക്ക് നോക്കണമില്ലല്ലോ എന്നുള്ള വേവലാതിയോടെ ഭാര്യ വിഷമിച്ചിട്ട് ചോറൂല്ല വിളപ്പിക്കോളൂ. മറ്റവനാ ചൂരിട്ടണുണ്ട് മുഴുങ്ങണമുണ്ട്.
ഒട്ടുക്കം ഭാര്യ മേശയുടെ അടുത്തേക്ക് ചാരി അങ്ങോട്ട് നിന്നിട്ട് ഭർത്താവിന്റെ കാലിന്റെ ദുഷ്ടൻ നോക്കട്ടെ ചവിട്ടി അങ്ങോട്ട് തേച്ചു. എന്നിട്ടും നോക്കിയില്ല. ആര്? ഭർത്താവ് മുഖത്തേക്ക് നോക്കി. തൽക്കാലം പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മുടെ വിരുന്നേരം കൊയ്യുന്നംകുട്ടിയെ വീട്ടുകാരൻ കുഞ്ഞൂട്ടൻ എന്ത് ചെയ്തു? കൊണ്ടുപോയി ആ വടക്കേ ഭാഗത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ഒരു 8-8:30 മണിക്ക് കൊണ്ടുപോയി കിടക്കാനൊക്കെ ഏർപ്പാടാക്കിയിട്ട് 10:30 മണിക്ക് അധികം പോകുമ്പോഴും ഇവൻ മുറിയുടെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെ അപ്പൊ എന്താ കുഞ്ഞുകുട്ടിയെ ഉറങ്ങണില്ലേ ചോദിച്ചു. ആ ഉറങ്ങണുണ്ട്. എന്നിട്ട് എന്താ ഉറങ്ങാത്തത്? അത് കട്ടിലിന്റെ മുകളിൽ വേണോ താഴെ വേണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നും പറഞ്ഞു. അതെന്താ ചോദിച്ചു. കട്ടിലിന്റെ മുകളിലാണെങ്കിൽ ഉരുണ്ട് വീഴും, താഴെയാണെങ്കിൽ ഉരുണ്ട് കയറുമെന്നും പറഞ്ഞു. തൊട്ട് പെരട്ടാൻ എന്തെങ്കിലും ഉണ്ടാവുമോ ചോദിച്ചു. അപ്പൊ കുറച്ചാ മറ്റേ കൊട്ടച്ചുക്കാതി ധാന്യന്തരം പിണ്ടജയിലും കൂട്ടി കുഴച്ചത് കുറച്ച് കൊടുത്തു. അതൊക്കെ പെരട്ടികൾ കിടന്ന് 5 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചൊരു കട്ടൻ ചായയും കൊടുത്ത് കൊയ്യുന്നുകുട്ടി വിരുന്നേരനെ കുഞ്ഞൂട്ടം വീട്ടുകാരൻ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടു. നമ്മൾ ഈ അതിഥികൾ വന്നാൽ ബസ് കയറ്റി വിടണം പോകുമ്പം. അതൊരു മര്യാദയാണ്. എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ ഇപ്പം ബസ് കിട്ടിയില്ല പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഓരോ കാര്യം. എന്നിട്ട് ബസ് കയറ്റി വിട്ടു എന്ന് മാത്രമല്ല, വളവും തിരിഞ്ഞ് അതേ പോയാൽ അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ ബസ് ചാടിയ വള്ളി പൊട്ടും. അപ്പം അതും പൊട്ടിയിട്ടില്ല, ബസ് പോയി എന്ന് ഉറപ്പാക്കിയിട്ടാണ് ആര് പോകുന്നത്? വീട്ടുകാരൻ കുഞ്ഞൂട്ടൻ തിരിച്ചങ്ങോട്ട് കയറി വരുമ്പോൾ അമ്മൂട്ടിയമ്മ അവിടെ അങ്ങനെ നിൽക്കണ്ട, പടിയവിടെ പൂമോസ പടിയുടെ അവിടെ അങ്ങനെ നിൽക്കണ്ട. കയ്യിൽ ചട്ട കൊണ്ട് ഉടൻ മഹാദേവി ഇടത്ത് കയ്യാലഴിഞ്ഞ വാർപ്പൂങ്കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി എന്നുള്ള മട്ടിലിങ്ങനെ നിൽക്കുകയാണേ. അപ്പൊ ചോദിച്ചു, എന്താ അമ്മൂട്ടി എങ്ങനെ നോക്കണത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്ന് നോക്കൂ മനുഷ്യനെ നാണം കെടുത്ത്. എന്താ നാണക്കേടുണ്ടായേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനേ ഈ പാത്രത്തിൽ ചോറില്ല എന്ന് പറഞ്ഞ എത്ര ചോറുണ്ടായിരുന്നില്ലേ പാത്രത്തില്? ഇല്ല. അതല്ലേ പറഞ്ഞു. നീ ഒരു അടയാളം തരണ്ടേ? എനിക്കറിയില്ലല്ലോ പാത്രത്തിൽ ചോറില്ല. അതല്ലേ ഞാൻ കണ്ണോണ്ട് നീക്കി. നീ കണ്ണോണ്ട് കാണിച്ചത് അതാ ഞാൻ നിരീക്ഷിച്ചു. നിനക്ക് ആ പഴയ അപസ്മാരം വീണ്ടും വന്നതാണെന്ന്. സ്വതേ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ പേടിയാ. പിന്നെ അപസ്മാരം കൂടി വന്നാണ് 16 പേടിച്ചിട്ട് അയാൾ നോക്കാഞ്ഞത്. ശരി ആയിക്കോട്ടെ സമ്മതിച്ചു. അത് അപസ്മാരം ആയിക്കോട്ടെ. എന്നാ ഞാൻ മേശയിലേക്ക് ചാരി നിന്ന് കാലിന് ചവിട്ടി തിരിച്ചില്ലേ, എന്നിട്ടൊന്ന് നോക്കാറുന്നില്ലേ ചോദിച്ചു. അമ്മൂട്ടി, നീ ചവിട്ടിയത് നാള് മാറിയിട്ട് അത് നമ്മുടെ കുട്ടിയുടെ കാലിനാ ചവിട്ട് കൊണ്ടത്. അയാളാണെങ്കിൽ മതിയേ എന്നും പറഞ്ഞ് നിർത്തി പോവുകയും ചെയ്തു. അതാണ് ഈ കൊട്ടൻ ചുക്കാതി തരും ഉരുണ്ട് കയറുന്നൊക്കെ പറഞ്ഞതേ. 88 കിലോ ഭാരമുണ്ട്. ഇതൊക്കെ ചവിട്ടിയ പാണ്ടിലോറി കയറിയ മാതിരി വലിയ കാല് അതൊക്കെ പരട്ടിയിട്ട് അതിന് ശേഷം കുട്ടി ഒരു ദിക്കിലിരിക്കും വിരുന്നേരനായിട്ട് അവനവൻ്റെ കുടുംബത്തെ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് സന്തോഷമായിട്ട് അവിടെ ഇരിക്കും. അതിഥി പൂജ. ഈ അതിഥി പൂജ പണ്ട് ഭാരതത്തിൻ്റെ ഒരു വലിയ സമ്പ്രദായമാണ്. ഈ 5 എണ്ണം, അതായത് ഋഷിമാരോട്, ദേവന്മാരോട്, പിതൃക്കളോട്, ജന്തുജീവജാലങ്ങളോട്, മനുഷ്യന്മാരോടുള്ള 5 കടങ്ങൾ ആരാണോ നേരാമണ്ണം തീർക്കുന്നത് അവർക്ക് കർമ്മം ഇല്ലാതെ കണ്ടാവും. ഇതൊക്കെ ഗൃഹസ്ഥന്റെ കർത്തവ്യങ്ങളാണ്. ഈ പറഞ്ഞ 5 എണ്ണം ഇതിന് പറയുന്ന പേരാണ് പഞ്ചമഹായജ്ഞം എന്ന് പറയും. എന്താ പേര്? പഞ്ചമഹായജ്ഞം. ഈ പേര് ആദ്യം പറയേണ്ടിയിരിക്കാൻ കാരണം ഇത് കേട്ടാൽ ചിലപ്പോൾ പേടിച്ചു പോകും. അതുകൊണ്ടാണ്. സാധന ഇതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണതൊക്കെ തന്നെയാണ്. ചെയ്യണത് തോന്നും പോലെ ഓരോന്നാണ് ചെയ്യണതെന്ന് മാത്രം. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ 5 കർമ്മങ്ങൾ യഥാശക്തി ചെയ്താൽ കർമ്മം കൊണ്ട് കർമ്മമില്ലേണ്ടി. മാത്രമല്ല, ഇപ്പൊ ഗൃഹസ്ഥന്മാരായ നമ്മൾ ഏതെങ്കിലും തരത്തില് പാപകർമ്മങ്ങൾ അറിയാതെയാണെങ്കിലും ചെയ്യേണ്ടി വരും. ഇത് ഈ അറിയാതെ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് നടന്നു പോകുമ്പോൾ ഈ പ്രാണിയെ ചവിട്ടി ചത്തുപോയി, അപ്പൊ ഒരലെടുക്കുമ്പോൾ ഒലക്കെടുക്കുമ്പോൾ അടിച്ചു വാരുമ്പോൾ അങ്ങനെയൊക്കെ പല പ്രവൃത്തികൾ ഈ അറിയാതെ കണ്ട് ചെയ്യണ പാപങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് എന്താ ഈ ഭൂതയജ്ഞം എന്ന് പറഞ്ഞില്ലേ നമ്മള്. ഭൂതയജ്ഞ എന്താർത്ഥം? ജന്തുജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ. അതോടെ ഈ പാപവും ഇല്ലാതെ കണ്ടാവുന്ന. ഇങ്ങനെ 5 തരത്തിലുള്ള കർമ്മങ്ങൾ ഗൃഹസ്ഥന്മാര് നിർബന്ധമായിട്ട് അനുഷ്ഠിച്ച് പുറപ്പെട്ടാൽ അവർക്ക് അതുകൊണ്ട് നന്മയുണ്ടാവുള്ളൂ. ഈ കർമ്മനിർഹാരം, കർമ്മം കൊണ്ട് കർമ്മമില്ലേണ്ടിയാവുക എന്ന് പറഞ്ഞ മഹിമ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്.